السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. وقال النبي صلى الله عليه وسلم: ارقبوا محمدا في أهل بيتي، آل النبي ذريعتي وهم إليه وسيلتي، أرجو بهم غدا غدا بيد اليمين صحيفتي. وعلموا أمة سيدنا ومولانا محمد. അഭിനന്ദരായ ജമാഅത്ത് ഖത്തീബ് ഉസ്താദ്, മറ്റ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ നമ്മൾ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ഈ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെ നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെ ഞാൻ ഈ പള്ളിയിൽ ഇരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ ഇവിടുന്ന് എഴുന്നേൽക്കുന്നത് വരെ ഉള്ള എല്ലാ സെക്കൻഡുകളും കൂലി കിട്ടുന്നതാണ്. എപ്പോഴും നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ പള്ളിയിൽ എത്തിയാൽ ചൊല്ലേണ്ട രണ്ട് പ്രധാനപ്പെട്ട ദുആ, രണ്ട് പ്രധാനപ്പെട്ട ദിക്ർ, അത് എപ്പോഴും പതിവാക്കണം. നമ്മൾ പള്ളിയിലേക്ക് വുളൂ ചെയ്ത് പള്ളിയിൽ കയറുമ്പോൾ വലത്തേക്കാല് മുന്തിച്ച് അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, അല്ലാഹുമ്മ പടച്ചവനെ ഇഫ്തഹ്ലി, എനിക്ക് നീ തുറന്നു തരണം, അബ്വാബ റഹ്മതിക്, നിന്റെ കാരുണ്യത്തിൻ്റെ, നിന്റെ ബറക്കത്തിൻ്റെ, നിന്റെ ഗുണത്തിൻ്റെ, നിന്റെ സന്തോഷത്തിൻ്റെ, നിന്റെ വിജയത്തിൻ്റെ ഡോറുകൾ എനിക്ക് ഓപ്പൺ ചെയ്തു തരണം, വാതിലുകൾ തുറന്നു തരണം എന്നതാണ് ആ ദുആഇൻ്റെ അർത്ഥം. പള്ളിയിലേക്ക് കയറുമ്പോൾ എല്ലാവരും അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. ഇനി ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് അറബിയിൽ അത് അറിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നത് ഓർമ്മയില്ലെങ്കിൽ, പടച്ചവനെ നിന്റെ പള്ളിയിലാണ് ഞാൻ കയറുന്നത്, നിന്റെ എല്ലാ റഹ്മത്തിൻ്റെ വാതിലും എനിക്ക് തുറന്നു തരണം എന്ന് ഒരാൾ പള്ളിയിലേക്ക് കയറിയിട്ട് ദുആ ചെയ്യുമ്പോൾ പള്ളിയിലുള്ള ദുആഇന് പ്രത്യേകമായ ഉത്തരമാണ്. കാരണം പള്ളി അത് അല്ലാഹു വലിയ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വ അബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അഹബ്ബുൽ ബിലാദി, നാടുകളിൽ നിന്ന് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് മസാജിദുഹാ, അല്ലാഹുവിൻ്റെ പള്ളികളാണ്. കാരണം പള്ളികളിൽ നടക്കുന്നത് നല്ല നിയ്യത്തുകളാണ്. എല്ലാവരും പള്ളിയിൽ കയറിയാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നിയ്യത്താണ്. ഉസല്ലി ഫർളൽ ളുഹ്രി അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ല. അങ്ങനെയുള്ള ഒരുപാട് നിയ്യത്തുകൾ, ഒരുപാട് ഖുർആനുകൾ. എല്ലാവരും നിന്ന് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതാതെ ഒരൊറ്റ ഒരാളും നിസ്കാരം പൂർത്തിയാക്കാറില്ല. സൂറത്തുകൾ പൂർത്തിയാകാതെ ഒരാളും നിസ്കാരത്തിൽ നിന്ന് റുകൂഇലേക്ക് കടക്കാറില്ല. പിന്നെ നടക്കുന്നത് മുഴുവനും അള്ളാഹുവിൻ്റെ ബഹുമാനമാകുന്ന തസ്ബീഹുകളും തഹ്മീദുകളും തംജീദുകളും തക്ബീറുകളുമാണ്. ഒരാൾ റുകൂഇലേക്ക് കയറിയാൽ സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, എൻ്റെ പടച്ച റബ്ബിനാണ് എല്ലാ സ്തുതികളും ഉള്ളത്. സുജൂദിലേക്ക് കടന്നാൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, അത് അതിനേക്കാളും വലിയ ദിക്റാണ്. ആ രണ്ട് ദിക്റിനേക്കാളും പ്രധാനപ്പെട്ട ദുആ ആണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് റുകൂഇലുള്ള തസ്ബീഹാണോ ഏറ്റവും കൂലി ഉള്ളത്, അല്ലെങ്കിൽ സുജൂദിലുള്ള തസ്ബീഹുകളാണോ ഏറ്റവും കൂലി ഉള്ളത്, അല്ലെങ്കിൽ അത്തഹിയാത്താണോ ഏറ്റവും കൂലി ഉള്ളത്, അല്ലെങ്കിൽ
രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലുള്ള ഒരു ദുആ ഉണ്ട്. ഏകദേശം 7 ദുആ അതിൽ വരുന്നുണ്ട്. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. 7 ദുആ. റബ്ബി ഗ്ഫിർലി, പടച്ചവനെ ഞാൻ നിൻ്റെ പള്ളിയിലാണ് വന്നത്. ഞാൻ വുളൂ ചെയ്ത് എൻ്റെ ശരീരത്തിന് ശുദ്ധിയാക്കിയിട്ടുണ്ട്. ഞാൻ പള്ളിയിൽ കയറി നിയ്യത്ത് ചെയ്ത് എൻ്റെ ഖൽബിനെ ഞാൻ ശുദ്ധിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിൻ്റെ മുന്നിൽ മാത്രമാണ് ഞാനുള്ളത്. ഇപ്പോൾ എൻ്റെ മുന്നിൽ ആരും ഇല്ല. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന പടച്ച റബ്ബാകുന്ന നിൻ്റെ മുന്നിലാണ് എൻ്റെ നെറ്റി ഉള്ളത്, എൻ്റെ കണ്ണുകൾ ഉള്ളത്, എൻ്റെ മുഖങ്ങൾ ഉള്ളത്, എൻ്റെ ഖൽബുകൾ ഉള്ളത്, എൻ്റെ ശരീരം ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്ലിയറായ രീതിയിൽ നിന്നിലേക്ക് അടുത്തിട്ട് ഞാൻ ഖുർആൻ ഓതിയിട്ട് ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ട് നിന്നോട് ചോദിക്കുന്ന ദുആ, അതും നീ ഇഷ്ടപ്പെട്ട പള്ളി, അഹബ്ബുൽ ബിലാദ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് പള്ളിയാണ്. പള്ളിയിൽ 1 മിനിറ്റ് ഒരാൾ ഇരിക്കുക, പള്ളിയിൽ ഒരാൾ വരിക, പള്ളിയിൽ കുറച്ച് സമയം യൂസ് ചെയ്യുക. വെറുതെ ഒന്നിരിക്കുക, ഓതുന്നില്ലവന്, ചെല്ലുന്നില്ലവന്, നിസ്കരിക്കുന്നില്ലവന്, പള്ളിയിൽ ഒലോടുത്ത് ബന്നെ എത്തിക്കാഫിന് നീയത്തും വെച്ചൊരു മൂലയിൽ ബണ്ണ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെല്ലാം ആലോചന വരുന്നത്. അതെല്ലാം ഒരു ബർക്കത്താണ്. ആ ആലോചന മുഴുവൻ ബർക്കത്താണ്. ആ ഇരുത്തങ്ങൾ മുഴുവനും ബർക്കത്താണ്. ആ സമയങ്ങൾ മുഴുവനും ബർക്കത്താണ്. ഇങ്ങനെയെല്ലാം ഉള്ള ഈ പള്ളിയിൽ ഇവിടെ നടക്കുന്നത് ദിക്റാണ്, ഇവിടെ നടക്കുന്നത് ഖുർആനാണ്, ഇവിടെ നടക്കുന്നത് ഇബാദത്താണ്, ഇവിടെ നടക്കുന്നത് നീ പൊരുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് നീ പൊരുത്തപ്പെട്ട, അള്ളാഹ് പൊരുത്തപ്പെട്ട ഏറ്റവും വലിയ സംഗതി എന്നിൻ്റെ അത് സുജൂദാണ്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഖറബുൽ അബ്ദി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തത് അത് സുജൂദാണ്. ആ സുജൂദ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉയരുമ്പോൾ പടച്ച റബ്ബിന് എത്ര കൊസിയുണ്ടാവും. പടച്ച റബ്ബ് മലക്കിനോട് പറയും, കണ്ട ആ പഞ്ചിക്കല്ലുള്ള ആ ഈസുബാജി, ആ പഞ്ചിക്കല്ലുള്ള ഇന്ന ആള്, അയാൾ ഇന്ന് വരെ ഒരാളെ മുമ്പിലും അയാളെ തല ബഗ്ഗിച്ചിട്ടില്ല, ഒരാളെ മുമ്പിലും അയാൾ തല താത്തിയിട്ടില്ല. എൻ്റെ മുമ്പിൽ ഒരു ചങ്കിയില്ലാതെ ഒരു മടിയില്ലാതെ ഓൻ തല താത്തിയല്ലേ, തല ബഗ്ഗിച്ചല്ലേ, സുജൂദ് ചെയ്തല്ലേ. പടച്ചോന് എത്ര കൊസി ഉണ്ടാവും, പടച്ചോന് എത്ര സന്തോഷം ഉണ്ടാവും, പടച്ചോന് എത്ര റാഹത്തുണ്ടാവും. അങ്ങനെ ആ സുജൂദ് കഴിഞ്ഞ് ഉയരുമ്പോൾ ദുആ ചെയ്യുന്ന ദുആ ആണ് റബ്ബി ഗ്ഫിർലി, പടച്ചവനെ എനിക്ക് പുറത്തു തരണം, വർഹംനി, എനിക്ക് നീ കാരുണ്യം ചെയ്യണം. എനിക്ക് കാരുണ്യം ചെയ്യണമെന്നില്ലെങ്കിൽ എനിക്ക് മാത്രം, എനിക്ക് എൻ്റെത് എന്ന് പറയുന്ന എന്തെല്ലാം ഉണ്ട് അതെല്ലാം പെട്ടു. എൻ്റെത് എന്ന് പറയുന്നതാണ് എന്ത്? എൻ്റെ ഉമ്മ, അത് എൻ്റെതാണ്. എൻ്റെ ബാപ്പ, അത് എൻ്റെതാണ്. എൻ്റെ ഭാര്യ, അത് എൻ്റെതാണ്. എൻ്റെ മക്കൾ, അത് എൻ്റെതാണ്. എൻ്റെ പൊര, അത് എൻ്റെതാണ്. എൻ്റെ കുടുംബം, അത് എൻ്റെതാണ്. എൻ്റെ ജോലി, അത് എൻ്റെതാണ്. വർഹംനി, എനിക്ക് നീ കാരുണ്യം ചെയ്യണം. റബ്ബി ഗ്ഫിർലി, തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പ് ചെയ്യണം. എന്തല്ലോ തെറ്റുകുറ്റങ്ങൾ പ്രായപൂർത്തിയായ അന്ന് മുതൽ ഇന്ന് വരെ വന്നിട്ടുണ്ട്, അതൊക്കെ മാപ്പ് ചെയ്യണം. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി ചെയ്ത, പരസ്യമായി ചെയ്ത എല്ലാം. അതുകൊണ്ട് ഉമ്മമാരുണ്ടെന്നാണ് ഇവിടെ ഹാഫിദ് ഉസ്താദ് പറഞ്ഞത്. ഉമ്മമാരോട് പറയുന്നത്, പ്രധാനപ്പെട്ട ദുആ നടക്കുന്ന സമയമാണ് ഒരു സുജൂദ് കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ടുള്ള ഒരു ഇടയിലുള്ള ഇരുത്തം, 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം. അവിടെ റബ്ബി ഗ്ഫിർലി, എനിക്ക് നീ മാപ്പ് ചെയ്യണം അല്ലാഹ്, ഞാൻ നിൻ്റെ മുമ്പിൽ തല ബഗ്ഗിയിട്ടുണ്ട് റുകൂഇലൂടെ. എൻ്റെ തല മുഴുവനും ഞാൻ കുമിഞ്ഞ് നമിച്ച് ഞാൻ നിന്നിലേക്ക് സാഷ്ടാംഗം ചെയ്തിട്ടുണ്ട് സുജൂദിലൂടെ. ആ സുജൂദ് കഴിഞ്ഞിട്ട് നീ നിൻ്റെ കൊസിയിൽ എന്നെ നോക്കുമ്പോൾ, എന്ത് നിനക്ക് വേണം എന്ന രീതിയിൽ നീ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ചോദ്യം റബ്ബി ഗ്ഫിർലി, എനിക്ക് മാപ്പ് ചെയ്യണം, വർഹംനി, എനിക്ക് റഹ്മത്ത് ചെയ്യണം, കാരുണ്യം ചെയ്യണം. ആ കാരുണ്യം എനിക്ക് മാത്രം പോരാ, എൻ്റെ ഉമ്മക്ക്, ബാപ്പക്ക്, ഭാര്യക്ക്, മക്കള്, വീട്, കുടുംബം, ജോലി, ജീവിതം എല്ലാത്തിലും നൽകണം. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി. എന്തെങ്കിലും ഏറെക്കുറോടികൾ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീ പരിഹരിക്കണം. വർഫഅനി, എൻ്റെ സ്ഥാനങ്ങൾ നീ ഉയർത്തണം, എന്നെ നീ ഉഷാറാക്കണം, എൻ്റെ മക്കളെ പഠനത്തിൽ ഉഷാറാക്കണം, എൻ്റെ കച്ചവടങ്ങൾ ഉഷാറാക്കണം,
അങ്ങനെ വർഫഇനി വർസുഖ്നി, എനിക്ക് റിസ്ഖ് ധാരാളം തരണം, എനിക്ക് ഭക്ഷണം ധാരാളം തരണം, എനിക്ക് പട്ടിണി വേണ്ട, എനിക്ക് ദാരിദ്ര്യം വേണ്ട, എനിക്ക് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് വേണ്ട. വർസുഖ്നി, എനിക്ക് ധാരാളം തരണം, ധാരാളം തരണം. അങ്ങനെ തന്നാൽ വലിയ നിഅമത്ത് എന്ന രീതിയിൽ, വലിയ സന്തോഷമെന്ന നിലയിൽ ഞാൻ നിന്നോട് ദുആ ചെയ്യുന്ന ദുആ അതിനേക്കാളും വലിയ സന്തോഷമാകുന്നു. വഹ്ദിനി, എനിക്ക് സന്മാർഗം നൽകണം, എന്നെ ഈമാന് നിലനിർത്തണം, എൻ്റെ ഈമാന് ഗട്ടിയാക്കണം, എൻ്റെ ഈമാനോടുകൂടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം, ദീനിൽ അടിയുറച്ച് നിൽക്കണം, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം. വആഫിനി, എനിക്ക് നീ സുഖം തരണം, എൻ്റെ ജീവിതത്തിൽ ടെൻഷൻ വേണ്ട, എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് ബേജാറ് വേണ്ട, എൻ്റെ കുടുംബങ്ങളെ കൊണ്ട് എനിക്ക് നൊമ്പലം വേണ്ട. വആഫിനി, ഇങ്ങനെയുള്ള ഒരു ദുആ ഉള്ള വളരെ പ്രധാനപ്പെട്ട ദിക്ർ, റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന 7 ദുആ ഉള്ള പ്രധാനപ്പെട്ട ദിക്റാണ് റുകൂഇലുള്ള ദിക്റുകളേക്കാൾ ബഹുമാനമുള്ളത്, സുജൂദുകളിലുള്ള ദിക്റുകളേക്കാൾ ബഹുമാനമുള്ളത്, മറ്റുള്ള ഇഅ്തിദാലിലുള്ള ദിക്റുകളേക്കാൾ ബഹുമാനമുള്ളതെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിൻ്റെ പള്ളി, ആ പള്ളിയിൽ നമ്മൾ കയറുമ്പോൾ ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, നിന്റെ റഹ്മത്തിന്റെ വാതിൽ എനിക്ക് തുറന്നു തരണം. അതിൻ്റെ അർത്ഥം ഈ പള്ളിയിൽ നിന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ പുര ഉണ്ട്, എൻ്റെ ഭാര്യ മക്കളുണ്ട്, എൻ്റെ മാതാപിതാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, വാഹനമുണ്ട്, ജീവിതമുണ്ട്. നിന്റെ പള്ളിയിൽ കയറി ദുആ ചെയ്ത കാരണം കൊണ്ട് എനിക്ക് നിന്റെ വലിയ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു തരണം എന്ന് ദുആ ചെയ്യണം. രണ്ടാമത്തത്, ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടെ എല്ലാവരും ഇരിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കൂടുതലിപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. ഇന്നിവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത് മഹാനായ സയ്യിദുന വ മുർഷിദുന സയ്യിദ് ഫളൽ കോയമ്മ അൽ ബുഖാരി ഖുറത്തുസ്സാദാത്ത് തങ്ങളുപ്പാപ്പ, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. അവിടുത്തെ പൊരുത്തവും സന്തോഷവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. മഹാനായ ഖുറത്തുസ്സാദാത്ത്, ഒരുപാട് വേദികളിലൊക്കെ നമ്മൾ ഖുറത്തുസ്സാദാത്ത് തങ്ങളെ മദഹ് പറയാൻ പോയിട്ടുണ്ട്. ഖുറത്തുസ്സാദാത്ത് തങ്ങളുടെ പേരിൽ അനുസ്മരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ നാട്, ഈ പഞ്ചിക്കൽ എന്ന് പറയുന്ന നാട്, ഈ പള്ളിയുടെ പേര് തന്നെ അതിൻ്റെ ഫളൽ ജുമാ മസ്ജിദ് എന്നാണ്. ഈ പള്ളിൻ്റെ പേര് തന്നെ ഫളൽ ജുമാ മസ്ജിദ്. അതിൻ്റെ അർത്ഥം നിൻ്റെ ഇവിടുത്തെ പ്രസിഡന്റ് ഒരു ഫളൽ എന്ന് പേരുള്ള ഒരാളായതുകൊണ്ടല്ല, ഇവിടുത്തെ ഏതെങ്കിലും അറിയപ്പെട്ട ഒരു പണക്കാരന് ഫളൽ എന്ന പേരായതുകൊണ്ടല്ല. ഇവിടുത്തെ ജനങ്ങൾ ഈ അടുത്ത കാലത്ത്, എൻ്റെ അറിവ് പ്രകാരം ഈ 10-15 വർഷത്തിൻ്റെ ഇടയിൽ മഹാനായ താജുൽ ഉലമ ഉസ്താദിനെ, അതുപോലെയുള്ള ആലിമീങ്ങളെ മഹബത്ത് വെച്ച്, ശേഷം മഹാനായ ഖുറത്തുസ്സാദാത്ത് തങ്ങളെ മഹബത്ത് വെച്ച്, ഈ നാട്ടുകാർ മഹബത്ത് വെച്ച് എന്ന് മാത്രമല്ല, ഈ നാട്ടുകാരെ ഇങ്ങോട്ടും മഹബത്ത് വെച്ച ആളാണ് മഹാനായ ഖുറത്ത് തങ്ങൾ. ഈ നാട്ടുകാർ അങ്ങോട്ട് മഹബത്ത് വെച്ചതിനേക്കാൾ കൂടുതൽ മഹാനായ തങ്ങളവറുകൾ ഈ പള്ളിയുടെ തുടക്കത്തിൽ ഈ പള്ളി കുറ്റിയടിക്കുമ്പോൾ, എൻ്റെ അറിവ് പ്രകാരം ഈ പള്ളി ഉദ്ഘാടനം ചെയ്ത അന്ന് ഞാനുണ്ട് ഇവിടെ. അന്ന് മഹാനായ തങ്ങളെ കൂടെ ഞാൻ റൂമിലിരിക്കുമ്പോൾ തങ്ങൾ വലിയ സന്തോഷത്തിലാണ്. തങ്ങൾ പറഞ്ഞു, ഇവിടെ അങ്ങനെയുള്ള ഒരാവശ്യം ഉണ്ട്, ഇവിടെയുള്ള മോമിനീങ്ങൾ തങ്ങന്മാരെ മഹബത്ത് വെക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഒരാൾ ഒരു പുര കെട്ടിയിട്ട് ഒരു പുരകുടിയായി തിരിയള മക്കളൊക്കത്തെ ഇരിക്കുമ്പോൾ എത്ര കൊശി ഉണ്ടാവും. അതുപോലെയുള്ള ഒരു സന്തോഷമായിരുന്നു മഹാനായ ഖുറത്ത് തങ്ങൾക്ക് പഞ്ചിക്കല്ല് ഫളൽ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ. ഞാൻ വെറുതെ ഇങ്ങനെ തമാശ പറയുന്നതല്ല. ഞാൻ ആ റൂമിലിരുന്നിട്ട് അന്ന് ഏകദേശം ഇവിടുന്ന് പള്ളി ഉദ്ഘാടനം ഒരു ഉച്ചക്കല്ലേ, ജുമാക്ക അല്ലേ, ഒരു ജുമാക്ക് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയത് എത്ര മണിക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, എനിക്ക് ഓർമ്മ ഉണ്ട്.
ഇവിടുന്ന് പോയത് 3:50 പോയത്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഏകദേശം 13 കൊല്ലമായി തോന്നുന്നു. എത്ര കൊല്ലമായി? 2000 പോയി ഇപ്പോഴേക്ക് കൂട്ടി നോക്കി. ഇന്നേക്ക് 13 കൊല്ലമായി. ഇന്നേക്ക് 13 കൊല്ലമായി. എനിക്ക് ഓർമ്മയുണ്ട്, ആ വൈകുന്നേരം 3:50 വരെ സാധാരണ തങ്ങൾ വന്നാൽ ഇരുന്ന് കഴിഞ്ഞു പോകും. തങ്ങൾക്കേ പോവാൻ മനസ്സില്ല. ആ രൂപത്തിലൊരു നാട്ടുകാരനായി, വേണ്ട ഈ നാട്ടിലുള്ള ഒരു കുടുംബക്കാരനായി, വേണ്ട ഈ നാട്ടിലുള്ള ഒരു വീട്ടുകാരനായി നിൽക്കുന്നത് പോലെയാണ് മഹാനായ ഖുറത്ത് തങ്ങളുമായുള്ള ബന്ധം. അള്ളാഹു അത് നിലനിർത്തുമാറാവട്ടെ. ഞമ്മക്കെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഏറ്റവും വലിയ വിജയം എന്നിൻ്റെ, നമ്മളെ ഏറ്റവും വലിയ ഉയർച്ച എന്നിൻ്റെ, അത് പിരിസം വെക്കലൻ, മഹബത്ത് വെക്കലൻ. വലിയ കുറേ നിസ്കരിച്ചത് കൊണ്ടൊന്നും ഈമാന് ഭർത്തിയാവല, അത് വെറുതെ. കുറേ നോമ്പ് നോറ്റത് കൊണ്ടൊന്നും ഈമാന് ഭർത്തിയാവല. കുറേ ധാരാളം കോടിക്കണക്കിന് കൊടുത്തത് കൊണ്ട്, സ്വതക്ക കൊടുത്തത് കൊണ്ടൊന്നും ഈമാന് ഭർത്തിയാവല. ഈമാനിൻ്റെ ദാക്കലെന്നിൻ്റെ ലാ ഈമാനലിമല്ല മഹബത്തല. ഈമാനിൻ്റെ ദാക്കല, ഈമാനിൻ്റെ അടയാളം അത് മഹബത്താണ്, അത് പിരിസാണ്, അത് സ്നേഹമാണ്. ആ സ്നേഹം വെക്കേണ്ടവരെ വെക്കേണ്ടതുപോലെ വെച്ചാൽ ആ പിരിസം തന്നെ മതി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മതിയാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലേക്ക് ഒരാൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വന്നിട്ട് ഒരാൾ ചോദിച്ച്, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? മത്തസ്സാഅ യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ്? അപ്പം മുത്തുനബി അയാളെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നോക്കിയിട്ട് ചോദിച്ചു, നീ ഭാര്യ അർജൻറ്റിലുണ്ടല്ലേ, ഖിയാമത്ത് നാളെന്നല്ലേ നീ എന്നിട്ട് വിചാരിച്ചിനെ? ഒരു കുസാല, അത് വലിയ സീരിയസ് ഉള്ള വിഷയമല്ലേ? നീ ഖിയാമത്ത് നാൾ എപ്പോന്ന് കേൾക്കാൻ കാരണം, എപ്പോന്ന് കേൾക്കാൻ വലിയ അമ്പരപ്പാക്കുമ്പോൾ നിന്നെ ഞാൻ ഒന്ന് കേൾക്കട്ടെ. മാതാ ആയതത്തല്ല, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് ഒരുമിച്ച് കൂട്ടിയത്? ഖബറുണ്ട്, മഹ്ശറയുണ്ട്, ഹിസാബുണ്ട്, മീസാനുണ്ട്, സിറാത്തുണ്ട്, പലതുണ്ട്. അപ്പൊ അതിനു വേണ്ടി നീ എന്തെല്ലാം എല്ലാം ആക്കിയിട്ട് ഭർത്തിയാക്കിയിട്ട് തന്നെ നീ കേട്ടത്. ആ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത പേടി തോന്നി, ബേജാറ് തോന്നി. അയാൾ കരഞ്ഞുകൊണ്ട് തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ അങ്ങനെയൊന്നും ഒരു അമല് പറയാൻ പറ്റിയ അമല്, ഖബറിൽ വെക്കാൻ പറ്റിയ വലിയ അമലുകളില്ല. റബ്ബിൻ്റെ കോടതിയിൽ അങ്ങനെ പറയാൻ പറ്റിയ ഒരു അമലുകളുമില്ല. എങ്കിലും എൻ്റെ ഖൽബിലുണ്ട്, ഇന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ്, ഞാൻ അല്ലാഹുവിനെ സ്നേഹം വെക്കുന്നു, ഇഷ്ടം വെക്കുന്നു. ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹം വെക്കുന്നു. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അയാളെ അടുത്ത് വിളിച്ച് കൂട്ടിപ്പിടിച്ച് പറഞ്ഞത്, മോനെ, നീ ബേജാറാകണ്ട. ഫർളുകളായ അമലുകൾക്ക് പുറമെ കൂടുതലായി നിന്റെ ജീവിതത്തിൽ സുന്നത്തുകളും മറ്റ് അമലുകളും ഉണ്ടെങ്കിലും നീ ബേജാറാകണ്ട. നീ അള്ളാനെ പിരിസമുണ്ടല്ലോ, അതൊരു വലിയ വിഷയമാണ്. നീ മുത്തുനബിനോട് ഇഷ്ടമുണ്ടല്ലോ, അത് വലിയ വിഷയമാണ്. അന്ത മഅമൻ അഹബ്ബ, നീ ആരെയാണ് ഇഷ്ടപ്പെട്ടത് അവരെ കൂടെ നിനക്ക് സ്വർഗത്തിൽ കടക്കാം. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ സ്നേഹമാണ് വലുത്. പഞ്ചിക്കലിലുള്ള ഉമ്മമാരോട്, ഉമ്മാമമാരോട്, സഹോദരിമാരോട്, പഞ്ചിക്കല്ലിലുള്ള ബാല്യക്കാരോട്, ബാപ്പമാരോട്, ഉപ്പാപ്പമാരോട്, എല്ലാവരോടും പറയുന്നത്, എൻ്റെ അമല് സ്വീകരിക്കും എന്നതിന് ഒരു ഉറപ്പും എനിക്ക് ഇല്ല. ഞാൻ ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ ആ നിസ്കാരം അല്ലാഹ് സ്വീകരിച്ചു എന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ ഇന്ന് സഹീഹുൽ ബുഖാരി ദർസ് അശ്അരിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഞാൻ നടത്തിയിട്ടുണ്ട്. ആ സഹീഹുൽ ബുഖാരി ദർസ് നടത്തുമ്പോൾ അത് സ്വീകരിച്ചോ എന്നതിന് എനിക്ക് ഉറപ്പില്ല. ഞാൻ ഇന്നൊരു വീട്ടിലേക്ക് പോയി. ഒരു വീട്ടിൽ മരണപ്പെട്ടു പോയ അബ്ബോൻ ചാൻ്റെ ഉമ്മൻ്റെ പേരിലുള്ള ഒരു ദുആ മജ്ലിസ്. ഉസ്താദ് പറഞ്ഞു 11:30 മണിക്ക് തന്നെ ഇവിടെ എത്തണം, 1 മിനിറ്റ് ലേറ്റാക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി ടൈമിലെത്താൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് പൂക്കുഞ്ഞ് തങ്ങളോട് ഇടയിൽ സമ്മതം ചോദിച്ച് ഇങ്ങോട്ട് വന്നതാണ്. 1-2 പരിപാടികൾ ഇനിയുമുണ്ട്.
ഇന്ന് മഗ്രിബ് നിസ്കരിച്ച ഉടനെ കൂറത്ത തങ്ങളെ മകൻ്റെ കൂടെ എനിക്ക് കിന്നത്ത് പ്രസംഗിക്കാനുണ്ട്. ഇശാ കഴിഞ്ഞിട്ട് ഉള്ളാളത്ത് സയ്യിദ് മദനി തങ്ങൾ താമസിച്ച കല്യാണം കഴിച്ച ഒരു മഹല്ലുണ്ട്, അലേക്കള മഹൽ എന്ന് പറയുന്ന മഹല്ല്. അവിടെ ഇശാ നിസ്കരിച്ചിട്ട് ഇന്ന് അനുസ്മരണ ഭാഷണം നടത്താനുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ നടത്തുന്നു, പറയുന്നു, പോകുന്നു, വരുന്നു. പക്ഷെ സ്വീകരിച്ചു എന്നതിന് യാതൊരു ധൈര്യവുമില്ല. പക്ഷേ നമുക്ക് ഒരു ധൈര്യമുണ്ട്. അമ്പിയാക്കളെ സ്നേഹം വച്ചാൽ, ഔലിയാക്കളെ സ്നേഹം വച്ചാൽ, മഹാന്മാരെ സ്നേഹം വച്ചാൽ, സാദാത്തുക്കളെ സ്നേഹം വച്ചാൽ, ആ സ്നേഹം കൊണ്ട് അവർ നമ്മളെ കൈ പിടിച്ചാലോ, മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ സ്വർഗത്തിലാണ് എന്നതിന് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ഞാനങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താണ്? ഒരാൾ സ്വർഗത്തിൽ കടക്കുന്നതിൻ്റെ അടയാളം എന്താണ്? ഒരാൾ സ്വർഗത്തിൽ കടക്കുമെന്നതിൻ്റെ ഉറപ്പ് നമ്മുടെ കാഴ്ചപ്പാടിൽ എന്താണ്? മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കാൻ കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലാണല്ലോ. മൻകാന ആഖിറ കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരഭിപ്രായം അങ്ങനെയില്ലേ? മൻകാന ഒരാളിൽ ഉണ്ടായാൽ, ആഖിറ കലാമിഹി അവസാനത്തെ വാക്ക് ഉണ്ടായാൽ, ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉണ്ടായാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉണ്ടായാൽ അവർ ദഖലൽ ജന്ന സ്വർഗത്തിൽ കടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളെ കുറിച്ച് വലിയ വലിയ മഹാന്മാര് പറഞ്ഞത് അങ്ങനെയാണ്. അവിടുത്തെ ജനാസ കൂറത്ത മണ്ണിലേക്ക് കൊണ്ടുവന്നപ്പോ അവിടുത്തെ മകനാകുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, ബാപ്പ ഒരുങ്ങിയിട്ട് മരിച്ചതാണ്. നമുക്ക് ചിലപ്പോ മഹാനായ കൂറത്ത തങ്ങൾ പെട്ടെന്ന് പോയതാണ്, ഒരു അൺഎക്സ്പെക്ട് പോയതാണെന്ന് തോന്നിപ്പോകും. പക്ഷെ തങ്ങൾ അതിന് തയ്യാറായിട്ട് തന്നെയാണ് പോയത്, ഒരുങ്ങിയിട്ടാണ് പോയത്, ഒരുക്കി വെച്ചിട്ടാണ് പോയത്. പറയേണ്ടതൊക്കെ പറയേണ്ടവരോട് പറഞ്ഞിട്ട്, കൊടുക്കേണ്ടവരോട് കൊടുത്തിട്ട്, വാങ്ങേണ്ടത് മുഴുവൻ വാങ്ങിയിട്ട്, നിർദ്ദേശിക്കേണ്ടത് മുഴുവൻ നിർദ്ദേശിച്ചിട്ട്, വസിയ്യത്ത് പറയേണ്ടത് മുഴുവനും വസിയ്യത്ത് ചെയ്തിട്ട്, അഖിലുകാരുടെ ഇടയിൽ, കുടുംബത്തിൻ്റെ ഇടയിൽ മദീനയെ ഓർത്തുകൊണ്ട് ഒരു ഭാഗത്ത്, ബഗ്ദാദിനെ ഓർത്തുകൊണ്ട് മറ്റൊരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മുത്തുനബി വഫാത്തായ തിങ്കളാഴ്ച ദിവസം ളുഹായുടെ സമയത്ത് വിട പറഞ്ഞ മഹാനായ കൂറത്ത തങ്ങള്, ഖുറത്തു സാദാത്ത് തങ്ങള്, ഈ മഹല്ലിന്റെ ഖാദി എന്നല്ലേ, ഈ മഹല്ലിന്റെ ഖാദിയായിരുന്ന മഹാനായ തങ്ങളവറുകൾ അൽഹംദുലില്ലാഹ് സ്വർഗത്തിന്റെ അഹ്ലുകാരാണെന്ന് നമുക്ക് പറയാൻ അങ്ങനെ കഴിയും. ഓ മുഅ്മിനീങ്ങളെ, ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബേജാറോടുകൂടെ നമ്മൾ ആലോചിക്കണം, നിങ്ങളും ആലോചിക്കണം. എൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് ഉറപ്പില്ല, നിങ്ങളെ കാര്യം എന്താണെന്ന് ഉറപ്പില്ല. വലിയ വലിയ ആലിമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ വലിയ ജമാഅത്തിന്റെ നേതൃത്വത്തിലുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ വലിയ അറിയപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മനുഷ്യന്റെ റിസൾട്ട് തീരുമാനിക്കണമെങ്കിൽ മരിക്കുമ്പോൾ ഈമാനോടുകൂടെ മരിക്കണം. ഇന്നലെയല്ല മിനിയാന്ന് വെള്ളിയാഴ്ച, ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നലെയല്ല മിനിയാന്ന് വെള്ളിയാഴ്ച ഞാനേ കിന്നത്തായിരുന്നു ഒരുപാട് കാലം വീടുണ്ടായത്. എൻ്റെ ഭാര്യ വീട് അവിടെയാണ്, എൻ്റെ ഭാര്യ വീട് അവിടെയാണ്. ആ നാട്ടിൽ ഒരുപാട് കാലം എനിക്ക് താമസിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ, അവിടെ സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് ചെറിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. പള്ളികളുണ്ടാക്കി, മദ്രസകളുണ്ടാക്കി, ദീനിൻ്റെ സംരംഭങ്ങൾ അൽഹംദുലില്ലാ ഞങ്ങൾ ഒരു കൂട്ടം ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ മുന്നിൽ നിന്നിട്ട് നടന്നു.
ഇന്നലെയും ഞാൻ വന്നത് രാത്രി 1 മണിക്കാണ്. രാത്രി 11 മണി 1 മണി വരെ ബുഖാരി പള്ളിയുമായി നടത്തിയ മീറ്റിംഗ് കഴിഞ്ഞിട്ട് രാത്രി 1 മണിക്കാണ് ഇതിലൂടെ ഞാൻ കിന്നത്തു നിന്ന് അശരിയയിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെയല്ല മിനിയാന്ന് ഞങ്ങളെ കിന്നത്ത് ഞങ്ങളെ സംഘടനക്ക് വലിയ ഊർജം നൽകിയ, സംഘടനാ പ്രവർത്തകർക്ക് വലിയ ധൈര്യം നൽകിയ, എല്ലാ സംഘടനാ വേദികളിലും നിറസാന്നിധ്യമായി നിന്നിരുന്ന മഹാനായ സയ്യിദ് അലവി തങ്ങൾ കിന്യ, നീ അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തണം അല്ലാഹ്. വലിയ രൂപത്തിലുള്ള അറിയപ്പെട്ട ആള് ആണോ അല്ലേ എന്നതല്ല വിഷയം. പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലുള്ള കിന്യ ഭാഗത്തുള്ള ഏത് യൂണിറ്റിന്റെ പരിപാടിയിലും വിളിച്ചാലും ഇല്ലെങ്കിലും, പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, വലിയ അറിയപ്പെട്ടാലും ഇല്ലെങ്കിലും അദ്ദേഹം ഓടി വരും. യൂണിറ്റിൽ നടക്കുന്ന മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം നടത്തുന്ന മഹദറത്തുൽ ബദരിയ, അതിൻ്റെ പുറമെ ഒരാൾ മരിച്ചാൽ മരിച്ച വീടുകളിൽ ഞങ്ങളുടെ നാടുകളിൽ ഒരു തഹ്ലീൽ ചെല്ലുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇവിടെയും ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മരണപ്പെട്ടു പോയ പിറ്റന്നാളോ അന്നോ അല്ലെങ്കിൽ 3-ന്റെ അന്നോ ആണ് നമ്മളത് നടത്താറുള്ളത്. അങ്ങനെയുള്ള മജ്ലിസിൽ മുഴുവനും അലവി തങ്ങളാണ് വരുന്നത്. വന്ന് തുടക്കം മുതൽ അവസാനം വരെ നിൽക്കും. അങ്ങനെയുള്ള അലവി തങ്ങള് ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഇന്നലെ ശനിയാഴ്ചയാണ്, അതിൻ്റെ ഒരു ദിവസം മുമ്പ് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കരിച്ച ഉടനെ കിന്യ ഭാഗത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, SYS-ന്റെ പ്രവർത്തകർ, SSF-ന്റെ പ്രവർത്തകർ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ, സർക്കിളിന്റെ ഭാഗമായി മുഴുവൻ ഭാഗങ്ങളിലുള്ള പ്രവർത്തകരെ ഒരുമിച്ചുകൂടി മഹാനായ ഖുർറത്തു സാദാത്ത് തങ്ങള് ഉപ്പാപ്പയുടെ പേരിൽ ഒരു മജ്ലിസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ നമുക്കൊരു പാഠമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മഗ്രിബ് കഴിഞ്ഞ ഉടനെ എന്തു ചെയ്തു? മജ്ലിസ് തുടങ്ങി. മഗ്രിബ് നിസ്കരിച്ച ഉടനെ അലവി തങ്ങൾ വന്നു, ആലിമീങ്ങളൊക്കെ വന്നു, ഒരുപാട് പ്രവർത്തകർ വന്നു. തങ്ങൾ പറഞ്ഞു, ഇന്ന് കൂടുതൽ വഅള് ആവശ്യമില്ല, ഇന്ന് കൂടുതൽ അനുസ്മരണ പ്രഭാഷണം ആവശ്യമില്ല, ഇന്ന് നമുക്ക് കൂറത്ത് തങ്ങളുടെ പേരിൽ നല്ലോണം തഹ്ലീൽ ചെല്ലണം, അത് സാവധാനത്തിൽ ചെല്ലണം, നമുക്ക് ഖുർആൻ ഓതണം എന്ന് പറഞ്ഞു. തങ്ങൾ തന്നെ നേതൃത്വം നൽകി യാസീൻ ഓതിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വളരെ സമാധാനം, ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല, സമാധാനപരമായി ചൊല്ലി 100 കണക്കിന് തഹ്ലീൽ ചൊല്ലി. തങ്ങളിങ്ങനെ നോക്കുന്നു, അത് ചൊല്ലിക്കുന്നു. ആരെങ്കിലും ചൊല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ജോറ് ചെല്ലണമെന്ന് പറയുന്നു, ചൊല്ലിക്കുന്നു. തഹ്ലീൽ കഴിഞ്ഞ് അവിടെയുള്ള അഹ്സനി ഉസ്താദ്, എനിക്കന്ന് എന്നെ വിളിച്ചിരുന്നു, പോകാൻ കഴിഞ്ഞിട്ടില്ല, അന്ന് ഞാൻ വേറൊരു പരിപാടിയുള്ളത് കൊണ്ട് ബാക്കിയായി പോയി. ഇസുദ്ദീൻ അഹ്സനി എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനുണ്ട് കിന്നത്ത്. അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ അനുസ്മരണ ഭാഷണം ഒരു 10-15 മിനിറ്റ് നടത്തി. അദ്ദേഹം നല്ല തഖ്വയുള്ള ആലിമും പണ്ഡിതനുമാണ്. അദ്ദേഹം അങ്ങനെ വഅദ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മൈക്ക് അലവി തങ്ങളെ മുന്നിലേക്ക് വെച്ചു. അലവി തങ്ങൾ നല്ല റാഹത്തിലാണ്, നല്ല ആവേശത്തിലാണ്. മഗ്രിബ് കഴിഞ്ഞത് മുതൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന്, അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ നിന്ന് വന്നത് മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. യാസീൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഓതിയത്. മൈക്ക് മുന്നിലേക്ക് വന്നിട്ട് സമയം വൈകിയത് കൊണ്ട് ചെറിയൊരു ദുആ ചെയ്ത് പിരിയണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇന്ന് ദുആ ചെയ്താൽ മാത്രം പോരാ, എനിക്ക് 2 വാക്ക് സംസാരിക്കണം. എന്നിട്ട് പറഞ്ഞു ഖുർറത്തു സാദാത്ത് ഖുറത്ത് തങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പല സദസ്സുകളിലും കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് സമാധാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ എല്ലാവരും ചൊല്ലിച്ചപ്പോൾ എനിക്ക് വലിയ റാഹത്തായി. ഖുറത്ത് തങ്ങൾ ആരാണ്? ഖുറത്ത് തങ്ങളെ കുറിച്ച് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഒരു ശബ്ദമെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ്, ഖുറത്ത് തങ്ങൾ ആരാണ്? അത് വലിയ മഹാനാണ് എന്ന് പറഞ്ഞിട്ട് കൈ പൊന്തിച്ച് അദ്ദേഹം പിന്നെ അനങ്ങിയില്ല. അതേ ചെയറിൽ, അതേ സദസ്സിൽ മരണപ്പെട്ടു പോയി സയ്യിദ് അലവി തങ്ങൾ കിന്യ. നീ അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തണം അല്ലാഹ്. ഇന്നലെ ഞാൻ ബുഖാരി ഞങ്ങളെ മസ്ജിദിന്റെ പരിസരത്താണ് അദ്ദേഹത്തിന് ദഫന് ചെയ്തത്. ആ ദഫൻ അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവന്നപ്പോ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളുള്ള സദസ്സിൽ ഇന്നലെ ഞാൻ അവിടെ നിന്ന് സംസാരിച്ചിരുന്നു.
എന്നിട്ട് ഞാൻ അശ്ശരിയിലേക്ക് വന്നു. ശേഷം മഗ്രിബാകുമ്പോ രണ്ടാമതും ഞാൻ കിന്നത്ത് പോയി. ഇന്നലെ അവിടുത്തെ അനുസ്മരണ വേദിയായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിന്റെ ജനാസന്റെ മുന്നില് ബുഖാരി കിന്നത്തെ പള്ളിയുടെ മുന്നില്, ഈ ബുഖാരി മസ്ജിദ് എന്നത് ഫളൽ മസ്ജിദ് പോലെ ഒരു കഥയാണ്. അവിടെ സുന്നത്ത് ജമാഅത്ത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സമയം, അവിടെ താജുൽ ഉലമ ഉസ്താദിന്റെ വിഷയം പറയാൻ പറ്റൂല, അവിടെ നമ്മളെ വിഷയം പറയാൻ പറ്റൂലെന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്യണമെന്നറിയാതെ, ഒരു താജുൽ ഉലമന്റെ മരണവിവരം പോലും വേണ്ടതുപോലെ അറിയിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു? കുറച്ചു പേര് കൂടിയിട്ട് അന്ന് മഹാനായ പൊസോട്ട് തങ്ങൾ ഉപ്പാപ്പന്റെ അടുത്ത് പോയിട്ട് സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളെ മുന്നിൽ പോയി വിഷമം പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, ബേജാറാവണ്ട, ഞാനുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഒരു ഭൂമി എടുത്തോ എന്ന് പറഞ്ഞു. അന്ന് തങ്ങള് എന്നിട്ട് പറഞ്ഞു, ബറക്കത്തിന് വേണ്ടി ഒരു സംഭാവന തരണം എന്ന് പറഞ്ഞു. പറഞ്ഞത് ഞാനല്ല, ഞങ്ങളെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായി. അന്ന് ഞങ്ങൾ ഹാറൂന സെനിയെല്ലാം അതിൽ സജീവമായിരുന്നു. പിന്നെ അദ്ദേഹം വഴിതെറ്റിപ്പോയി. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് നൽകുമാറാവട്ടെ. അവരൊക്കെ ഉള്ള ആ സദസ്സില് ബറക്കത്തിന് വേണ്ടി എന്തെങ്കിലും തരണമെന്ന് പറയുമ്പോൾ പൊസോട്ട് തങ്ങൾ പറഞ്ഞത്, ബറക്കത്തിന് തരാം. ഇപ്പൊ ബറക്കത്തിന് തന്നെങ്കിൽ മാത്രം പോരല്ലോ, പൈസ കൊടുക്കേണ്ടതില്ലേ? ഒരു കഫാട്ട് തുറന്നിട്ട് വലിയ അട്ടിപ്പൈസ എത്ര ആയിരമാണെന്ന് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. വലിയ അട്ടിപ്പൈസകൾ എടുത്തിട്ട് 1000 10,000 അതിനേക്കാളും അപ്പുറം പൈസ എടുത്തിട്ട് പറഞ്ഞു, കൊടുത്തോ, നിങ്ങൾ ഉപ്പാപ്പന്റെ ഒരു ദറജ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തകരാണ്, ഭൂമി എടുത്തോ, ഞാനുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് ആ ക്യാഷുമായി വന്നിട്ട് ഭൂമി എടുത്തിട്ട് അവിടെ പള്ളി ഉണ്ടാക്കിയിട്ട് മഹാനായ പൊസോട്ട് തങ്ങളെ പേരിലാണ് അവിടെ ബുഖാരി മസ്ജിദ് എന്ന പേരിലുള്ള മസ്ജിദ് ഉണ്ടാക്കിയത്, പള്ളി ഉണ്ടാക്കിയത്. നീ അവിടുത്തെ ദറജ നീ ഉയർത്തണം അല്ലാ. ഞാൻ പറഞ്ഞു വന്നത്, സയ്യിദ് അലവി തങ്ങളുടെ അനുസ്മരണ പ്രസംഗത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞു, അദ്ദേഹം എത്ര ഭാഗ്യമുള്ള ആളാണ്. ഒരു മനുഷ്യൻ കൊതിക്കുന്നത് എന്താണ്? നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, നല്ല മജ്‌ലിസിലുണ്ടാകുമ്പോ, നല്ലതുമായി ബന്ധപ്പെടുമ്പോ, നല്ല വാക്കായ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, നല്ല വാക്കാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ, മരിക്കാൻ കഴിഞ്ഞാൽ മൻ കാന ആഖിറ കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അവനിക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ അലവി തങ്ങളാണെന്നതിൻ്റെ പുറമെ കൂറത്ത തങ്ങളെ വലിയ മഹബത്തായിരുന്നു. കൂറത്ത തങ്ങളെ വിഷയം പറയുമ്പോൾ വലിയ വിഷയമായിരുന്നു. എന്നിട്ട് ഇന്നലെയെല്ലാം മിനിയാന്ന് അനുസ്മരണം നടത്തുമ്പോൾ അവിടെയുള്ള സഖാഫിമാരായ കിന്നത്തുള്ള സഖാഫിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നടത്തിയതുപോലെ നടത്തിയാൽ പറ്റൂല. കൂറത്ത തങ്ങളത് വലിയ തീ പോലെ ഉള്ള ആളാണ്. നമുക്ക് വലിയ ജൽസായിട്ട് തന്നെ വലിയ വിപുലമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടിയിട്ട് നമ്മൾക്ക് വലിയൊരു മജ്‌ലിസ് ബുഖാരിയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതിന് എത്രയാണ് അരി വേണ്ടത്, ആ അരി മുഴുവനും ഞാൻ നൽകാമെന്ന് സയ്യിദ് അലവി തങ്ങൾ മരിക്കുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ ബുഖാരിയിൽ രാത്രി 10 മണിന്റെ ശേഷം മീറ്റിംഗ് കൂടിയപ്പോ അവിടെ ഈ ചർച്ച വന്നിട്ട് ഇതുവരെ വരുന്ന 11-ാം തീയതി മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളെ മകനെ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് അൽഹംദുലില്ലാഹ് വിപുലമായ അലവി തങ്ങളുടെ തങ്ങന്മാരെ പൊരുത്തം കിട്ടിയിട്ടുണ്ട്. താജുൽ ഉലമ ഉസ്താദിനെ അവിടുത്തെ കുടുംബം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആള് ആരാണെന്ന് ചോദിച്ചാൽ അബ്ബാസ് മദനി ഉസ്താദിനോട് നിങ്ങൾ ചോദിച്ചോക്കൂ. അയാൾ മദനിയാണ്, സഖാഫിയല്ല. അദ്ദേഹം പറയും അത് സുൽത്താനുൽ ഉലമ ശൈഖുന ഉസ്താദ് അവറുകളാണ്. താജുൽ ഉലമ ഉസ്താദിന് അങ്ങനെയാണ്, നൂറുൽ ഉലമ ഉസ്താദിന് അങ്ങനെയാണ്. അങ്ങനെ എല്ലാ ആലിമീങ്ങൾക്കും എല്ലാ മഹാന്മാർക്കും മഹാനായ ഉസ്താദ് അവറുകൾ അങ്ങനെയാണ്. ഒറ്റൊരു വാക്ക്
വാക്ക് ഞാൻ പറയുകയാണ്, കൂടുതലൊന്നും നീട്ടുന്നില്ല. ഒറ്റൊരു വാക്ക് പറയുകയാണ്. ശൈഖുനാ ഉസ്താദിനെ കുറിച്ച് പലപ്പോഴും പറഞ്ഞതാണ്, എങ്കിലും ഉസ്താദിൻ്റെ വിഷയങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് റാഹത്താവാൻ വേണ്ടി, അവിടെ നിന്ന് ഖാദിയാകുമ്പോൾ ഉസ്താദ് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ്, നീ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. ഒരു ദിവസം സമസ്തയുടെ മീറ്റിംഗ് നടക്കുകയാണ്. ഏത് കാലഘട്ടങ്ങളിൽ? 1980 കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, 82, 83 ആകുന്ന സമയം മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അവരാണ് മീറ്റിംഗ് വിളിച്ചത്. മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് ഉസ്താദുണ്ട്. വലിയ വലിയ മഹാന്മാരായ കടൽ പോലെയുള്ള ആലിമീങ്ങളൊക്കെ അന്നത്തെ മീറ്റിംഗിൽ, അന്നത്തെ മജ്ലിസിലുണ്ട്. ആ മജ്ലിസിലുള്ള സമയത്ത് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് വലിയ മഹാനാണ്, വലിയ ആലിമാണ്. മഹാനായ ഉസ്താദ് അവർകൾ പറഞ്ഞു, ഇന്ന് പെട്ടെന്ന് തുർത്തായി സമസ്തയിലുള്ള ആലിമീങ്ങളെ വിളിച്ചത് എന്തിനാണെന്നറിയോ? പാലക്കാട് നിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ട്, പാലക്കാട് നിന്നിട്ട് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോഴാണ് സമസ്തയിലുള്ള അന്നത്തെ വലിയ 1982, 83 കാലഘട്ടങ്ങളാണ്. അപ്പോഴാണ് ചോദിക്കുന്നത്, ആരുടെ കത്താണ്? മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് പറഞ്ഞു, പാലക്കാട് ജില്ലയിൽ നിന്ന് വഹാബികൾ എഴുതിയ കത്താണ്, നമ്മുടെ ഭാഷയിൽ സലഫികൾ എഴുതിയ കത്താണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ കത്തിലുള്ള വിഷയം എന്താണെന്ന് ശംസുൽ ഉലമ ഉസ്താദ് വിവരിക്കുകയാണ്. മഹാനായ ഉസ്താദ് പറഞ്ഞു, അവർക്ക് ഇപ്പോൾ വലിയ സന്തോഷമാണ്. കേരളത്തിലുള്ള മുഴുവൻ സലഫികളും പെരുന്നാൾ പോലെ ആഘോഷിക്കുകയാണ്. അവർക്ക് സന്തോഷമുണ്ടാകാനുള്ള കാരണം എന്താണ്? ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് സമസ്തയുടെ വലിയ വലിയ ആലിമീങ്ങളെ മുൻനിർത്തി പറഞ്ഞു, അവർ വലിയ പെരുന്നാൾ പോലെ സന്തോഷിക്കുക ുള്ള കാരണം എന്താണ്? എൻ്റെ അനുജനായ കാസർഗോഡ് ഖാളിയായ ഇ.കെ. ഹസൻ മുസ്ലിയാർ മരണപ്പെട്ടിട്ടുണ്ട്. അന്ന് സലഫികളോട് വാദപ്രതിവാദം നടത്തുന്നത്, സലഫികളുടെ ആശയങ്ങൾ അവിടുത്തെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്നത് അത് ഇ.കെ. ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ മഹാനും വലിയ വലിയുമാണ്. യാതൊരു തർക്കവുമില്ല. ഇ.കെ. ഉസ്താദിന്റെ അനുജനാണ്. മഹാനായ ഇ.കെ. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് പറഞ്ഞു, എൻ്റെ അനുജനാകുന്ന മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ മരണപ്പെട്ടപ്പോ ആ മരണപ്പെട്ടു പോയ സന്തോഷം കൊണ്ട് അവർ വലിയ ധിക്കാരത്തോടുകൂടെ കത്തെഴുതിയിട്ടുണ്ട്. കത്തിലുള്ള വിഷയം, ആരെങ്കിലും ഞങ്ങളോടിനി വാദപ്രതിവാദം നടത്താൻ തയ്യാറുണ്ടോ? ഇ.കെ. ഹസൻ മുസ്ലിയാരെ കാറ്റ് പോയില്ലേ, അയാൾ മരിച്ചു പോയില്ലേ, ഇനി ആരെങ്കിലും ഒരു ഉമ്മവറ്റ മോൻ ഇതിന് തയ്യാറുണ്ടോ എന്ന രീതിയിലാണ് അവർ അഹങ്കാരത്തോടുകൂടാ ലെറ്റർ എഴുതിയത്. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് പറഞ്ഞു, ഞാൻ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. വാദപ്രതിവാദത്തിന് പാലക്കാട് ജില്ലയിൽ തന്നെ ഞങ്ങൾ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എല്ലാ ആലിമീങ്ങളും പറഞ്ഞു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞാൽ പിന്നെ അതിന് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. കണ്ണിയത്ത് ഉസ്താദും അതിന് കണ്ണിയത്ത് ഉസ്താദ് ആരാണ്? ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ ഉസ്താദാണ്, വലിയ ആലിമാണ്. താജുൽ ഉലമ ഉസ്താദിന്റെ ഉസ്താദാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിക്കുന്ന മഹാനാണ്. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണ് അന്ന് സംസാരിക്കാറുള്ളത്. അവര് പറഞ്ഞു, ഞാൻ വാദപ്രതിവാദത്തിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. അപ്പം വലിയ വലിയ അന്നത്തെ 1980 കാലഘട്ടങ്ങളിലുള്ള അന്നത്തെ വലിയ വലിയ ആലിമീങ്ങൾ, അന്ന് എ.പി. ഉസ്താദ് വലിയ അറിയപ്പെട്ട രൂപത്തിൽ വന്നിട്ടില്ല, ബാല്യക്കാരനാണ്. അങ്ങനെയുള്ള സമയത്ത് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് പറയുമ്പോൾ ജനങ്ങൾ നോക്കുന്നു. ഇ.കെ. ഹസൻ മുസ്ലിയാർക്ക് വലിയ ഇൽമുണ്ട്, വലിയ ഹിക്മത്തുണ്ട്, വലിയ അറിവുണ്ട്, വലിയ രീതിയിലുള്ള അവഗാഹമുണ്ട്. ആ രൂപത്തിലുള്ള ഒരു ആലിമ ആരാണെന്ന രീതിയിൽ അവരോട് ഗണ്ണിക്കാനും അവരോട് വാദപ്രതിവാദം നടത്താനും അങ്ങനെ അവരുമായി ബന്ധപ്പെടാനും പറ്റിയ ആള് ആരാണെന്ന രീതിയിൽ ചോദിക്കുമ്പോ മഹാനായ ശംസുൽ ഉലമ ഇ.കെ.
ഉസ്താദ് അവറുകൾ അവിടുന്ന് പറഞ്ഞു, അടുത്ത ആഴ്ച പാലക്കാട് ജില്ലയിലുള്ള പുണ്ടൂരിൽ നടക്കുന്ന വാദപ്രതിവാദത്തിന് ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അയാൾ അതിന് ധാരാളം എനിക്ക് മതിയെന്ന അഭിപ്രായമുണ്ട്. അപ്പൊ ആലിമീങ്ങൾ മുഴുവനും പറഞ്ഞു, ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദാകുന്ന നിങ്ങൾ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാളെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ആരും ഇല്ലല്ലോ. അദ്ദേഹം തന്നെ അതിന് മതിയെന്ന് പറയുമ്പോൾ മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് പറഞ്ഞു, ഞാൻ എൻ്റെ അനുജനായ ഇ.കെ. ഹസൻ ഉസ്താദാണ് ഇതുവരെ വാദപ്രതിവാദം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം നടക്കുന്ന ആദ്യത്തെ വാദപ്രതിവാദമായതുകൊണ്ട് അതിനെ അയക്കുന്ന ആള് എല്ലാ രീതിയിലും കഴിവുള്ള ആളാകണമല്ലോ, എല്ലാ കിതാബിൻ്റെ വിഷയത്തിലും വലിയ കഴിവുള്ള ആളാവണമല്ലോ, നല്ല വാക്ക് ചാതുര്യമുള്ള ആളാകണമല്ലോ. ഞാൻ അഭിപ്രായപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലുള്ള കാന്തപുരം എന്ന നാട്ടിലുള്ള A.P. അബൂബക്കർ മുസ്ലിയാരെയാണ്. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ 1980 കാലഘട്ടങ്ങളിൽ സമസ്തയുടെ ഉലമായിന്റെ മുന്നിൽ പറയുകയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കാരണം വലിയ വലിയ ആലിമീങ്ങളും മഹാന്മാരൊക്കെ അന്നുണ്ട്. A.P. ഉസ്താദാണെങ്കിലോ കറുത്ത താടിയുള്ള കട്ടിമീശയുള്ള ചെറിയ ബാല്യക്കാരനായ ചെറുപ്പക്കാരനാണ്. പക്ഷെ ഇ.കെ. ഉസ്താദ് പറഞ്ഞാൽ പിന്നെ ആരും അതിന് അഭിപ്രായം പറയാറില്ലല്ലോ. ഞാൻ ചുരുക്കി പറയുകയാണ്, മീറ്റിങ്ങിൻ്റെ അവസാനത്തിൽ കണ്ണിയത്ത് ഉസ്താദ് ഒന്നും കൂടുതൽ സംസാരിക്കൂല. നമ്മൾ ഓലമുണ്ട് ഉസ്താദിനെ പോലെ നന്നൊന്നും ഉണ്ടേല, ഒരു വിഷയം സംസാരിക്കൂല. മീറ്റിങ്ങിൽ ദ്വാരക്കാൻ വരും, ദ്വാരക്കും, പിന്നെ കയ്യും, പിന്നെ മീറ്റിങ്ങിൽ ഇരിക്കും, പിന്നെ അങ്ങനെ പോവും. അന്ന് മാത്രം ഈ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് A.P. ഉസ്താദ് ബാക്കിൽ, ബാല്യക്കാരൻ ചെറുപ്പക്കാരനായതുകൊണ്ട് ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. മെല്ലെ വിളിച്ചിട്ട് പറഞ്ഞ്, ഇ.കെ. പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ സമ്മതമാണ്, നിനക്ക് കഴിയുമല്ലേ മോനെ. മഹാനായ ഉസ്താദ് അവറുകൾ, A.P. ഉസ്താദ് അവറുകൾ നമ്മുടെ സംയുക്ത ജമാഅത്തിന്റെ ഖാദിയായി 18-ാം തീയതിയാണെന്ന് തോന്നുന്നു നിശ്ചയിക്കപ്പെടുന്ന ഖാദിയാറാകുന്ന ഉസ്താദ് അവറുകൾ കണ്ണിയത്ത് ഉസ്താദിനോട് പറയുന്നു, വലിയ വലിയ ആലിമീങ്ങളോട് പറയുന്നു, നിങ്ങളൊക്കെ പൊരുത്തം തന്നാൽ, നിങ്ങളൊക്കെ ദുആ ചെയ്താൽ ഞാൻ അങ്ങോട്ട് പോയി വാദപ്രതിവാദം നടത്താം. ഞാൻ ചുരുക്കുകയാണ്, കുറത്ത് തങ്ങളെ 2 വിഷയം പറഞ്ഞില്ലെങ്കിൽ അത് ഭർത്തിയാവേല. മഹാനായ A.P. ഉസ്താദ് അങ്ങനെ ഒരുങ്ങുകയാണ്. ഖാദിയാകുന്നത് കൊണ്ട് പറയുകയാണ്, വെറുതെ ഒരു ഖാദി എന്നല്ല. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി പറയുമ്പോൾ മനസ്സിലാകും. മഹാനായ ഉസ്താദ് അവറുകൾ അങ്ങനെ വാദപ്രതിവാദത്തിന്റെ ഡേറ്റ് ആയി. അവിടെ നിന്ന് യാത്ര പോയി, പാലക്കാടേക്ക് യാത്ര പോയി. പാലക്കാട് ജില്ലയിൽ അസറിന്റെ സമയത്തെത്തി. അവിടെ ഒരു വലിയ മഖാമുണ്ട്, അവിടെ ഒരു ബീവിയുണ്ട്. ആ ബീവി മഞ്ഞക്കുളം മാല എന്ന് പറയുന്ന, നമ്മളെ മൗലിദിന്റെ കിതാബിൽ ഒരു മഞ്ഞക്കുളം മാല എന്ന് പറയുന്ന ഒരു മാലയുണ്ട്. ആ മഞ്ഞക്കുളം മഖാമിലുള്ള മഹദിയാണ് അവര്. ആ മഹദിന്റെ അടുത്ത് സിയാറത്തിന് പോകാൻ ഒരുങ്ങുമ്പോ കൂടെ ഒരാളുണ്ട്, ഒരു സാധാരണക്കാരായ ഒരു ആജിയാർ, ഒക്കത്തെ കോഴിക്കോട് നിന്ന് വന്നിന്. ആ ആജിയാർ ഇങ്ങനെ ഉസ്താദിന്റെ മുഖത്ത് നോക്കുന്ന ബാല്യക്കാരനായ A.P. അബൂബക്കർ മുസ്ലിയാരാണ്. നോക്കുമ്പോ ഉസ്താദിന്റെ മുഖത്ത് ചെറിയ പേടി പോലെ, ചെറിയ ടെൻഷൻ പോലെ കാണുന്നു. അയാൾ ചെല്ലി, നിങ്ങൾ എന്തിനിങ്ങനെ ടെൻഷനാക്കുന്ന മൊയിലാറെ, നിങ്ങൾ എന്തിനിങ്ങനെ ടെൻഷനാക്കുന്ന ഉസ്താദ്, നിങ്ങൾക്ക് അതിന് ധൈര്യം ഇല്ലെങ്കിൽ പേടിയുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയല്ല ഒത്തിനെന്തിന്, സാധാരണ നമ്മൾ ചോദിക്കുന്നത് പോലെ അങ്ങനെ ചോദിച്ച് മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് പറഞ്ഞു, എനിക്കിന്ന് വാദപ്രതിവാദം നടത്തുന്നതിനൊരു പേടിയുമില്ല, ഒരു ബേജാറുമില്ല. കറാഹത്ത് പോലും ചെയ്യാത്ത കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹത്തുക്കളാണ് എന്നെ അയച്ചത്. ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദാണ് എന്നെ നിശ്ചയിച്ചത്. എനിക്കതിലൊന്നും ബേജാറില്ല. പക്ഷെ ബേജാറുണ്ട് എനിക്ക് ഒരു വിഷയം, ടെൻഷനുണ്ട് എനിക്കൊരു വിഷയം, പേടിയുണ്ടെന്ത് വിഷയം. ആ സമയത്ത് മഞ്ഞക്കുളം മഖാമിന്റെ മുന്നിൽ നിന്ന് അസ്ർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഉസ്താദ് പറഞ്ഞു, ഞാൻ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, കണ്ണിയത്ത് ഉസ്താദിനേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, ഇ.കെ. ഉസ്താദിനേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. ഒരു നിലയിൽ മഹാനായ തങ്ങളവറുകൾ നമ്മുടെ വേദിയിലേക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ഉള്ളിലേക്ക് വരി. തങ്ങളുടെ നേതൃത്വത്തിൽ മജ്ലിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂറത്ത് തങ്ങളെ അനുസ്മരണം, കൂറത്ത് തങ്ങളെ വിഷയം ഒന്നും ഞാൻ ചൊല്ലിയിട്ടില്ലെന്ന് കാണും. അതല്ല ഇൻഷാ അല്ലാഹ് തങ്ങൾ തന്നെ എന്താവും.
പിന്നെ പറയും പറഞ്ഞതിനെ നമ്മളൊന്ന് പൂർത്തിയാക്കുക. നമ്മളെ നാട്ടിൻ്റെ ഒരു ഖാദിയായിട്ട് ഉസ്താദ് വരുമ്പോൾ ഉസ്താദിൻ്റെ ഒരു വിഷയം ഇങ്ങനെ തുടങ്ങിയതുകൊണ്ട് അത് പൂർത്തിയാക്കുക. മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് അവർകൾ, അതായത് നമ്മുടെ മുടിപ്പ് സംയുക്ത ജമാഅത്തിൻ്റെ ഖാദിയായി 18-ാം തീയതി, അങ്ങനല്ലേ? എപ്പോ 18-ന് ഓടെ 18-ാം താരീഖിന് ഓടെ നിശ്ചയിച്ചിട്ടില്ല. ഹോൾ ഏത് വട്ട് 18-ാം തീയതി എൻ്റെ അറിവ് പ്രകാരം 17-ാം തീയതി രാവിലെ 10 മണിക്ക്, ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, 18-ാം തീയതി ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു അല്ലേ? എന്തുവട്ട് 17-ാം തീയതി എൻ്റെ അറിവ് പ്രകാരം ഞാൻ പറയുന്നു രാവിലെ 10 മണിക്ക് മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ 40ൻ്റെ ദുആ മജ്ലിസിൽ കൂറത്ത് വെച്ച് മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് നേതൃത്വം നൽകുകയാണ്. 17-ാം തീയതി രാവിലെ 10 മണിക്ക്. അന്ന് വൈകുന്നേരം ഉള്ളാളത്ത് വന്നിട്ട് ഉള്ളാളത്ത് ഖാദി സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുകയാണ്. ശേഷം 18-ന് ഈ ഭാഗങ്ങളിലൊക്കെ ഖളാഹിന് നേതൃത്വം നൽകുകയാണ്. മാറ്റമുണ്ടെങ്കിൽ അറിയിക്കും. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഈസ്വാജിയാർക്ക് വയസ്സെത്രയായി? എത്ര വയസ്സായി ഓർമ്മ ഉണ്ടോ? 78 വയസ്സായി. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അയാളുടെ ഭാര്യക്കല്ലേ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അള്ളാഹു സ്വർഗം നൽകട്ടെ. നമ്മളെ വലിയ പിരിസം വെക്കുന്ന ആളായതുകൊണ്ട് എല്ലാവരും പിരിസം വെക്കുന്ന തന്നെ ഒരാളെ പേര് അങ്ങനെ ഓർമ്മ വന്നുകൊണ്ട് പറയുന്നത്. അയാൾക്ക് 78ആയി. അൽഹംദുലില്ലാ. ഉസ്താദിന് വയസ്സെത്രയായി? ഹിജ്രി കണക്ക് പ്രകാരം 85 കഴിഞ്ഞിട്ട് 86ലേക്ക് എത്തി. ഇന്ന് ഞായറാഴ്ചയാണ്, 28-ാം തീയതി ഞായറാഴ്ച. ഉസ്താദ് ഇപ്പം UAE-യിലുണ്ട്, ഉസ്താദ് ഇപ്പം ദുബായിലുണ്ട്, UAE-യിലുണ്ട്. ഇന്നലെ വലിയ അറബികളെ പ്രൗഢമായ ചടങ്ങിൽ ഉസ്താദ് നേതൃത്വം നൽകുന്നു. എനിക്കറിയാൻ കഴിഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ട് മിസ്റുമായി ബന്ധപ്പെട്ട പല മക്കാമുകളിലേക്കും ഉസ്താദ് സിയാറത്തിന് പോകുന്നു എന്നതാണ്. ഷാഫി ഇമാമ് തങ്ങളെ കാണണമെന്ന് ഉസ്താദ് ആഗ്രഹിക്കുകയും ആ രൂപത്തിലുള്ള സിയാറത്തിന് ഉസ്താദിൻ്റെ ഷെഡ്യൂൾ അങ്ങനെയാണ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. മഹാനായ ഉസ്താദിന് 86 വയസ്സായി. 85 കഴിഞ്ഞ് ഹിജ്രി കണക്ക് പ്രകാരം കൃത്യമായി ഞാൻ പറയുന്നത് 86ലേക്കാണ് ഉസ്താദ് അവർകൾ കടന്നത്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. മഹാനായ ഉസ്താദ് അവർകൾ ഇൻഷാ അല്ലാഹ് നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ പോലെ. ഈ താജുൽ ഉലമ എഡ്യൂക്കേഷൻ സെൻ്ററാണ് എട്ടിക്കുളത്തുള്ളത്. അവിടെ കുമ്പോല് തങ്ങളോട് നേതൃത്വം നൽകണമെന്ന് ഇപ്പം കൂറത്ത് തങ്ങളുടെ മരണത്തിന് ശേഷം അവിടുന്ന് എല്ലാവരും മാറ്റക്കോയ തങ്ങളോട് പറഞ്ഞ് നേതൃത്വം നൽകണമെന്ന്. കുമ്പോല് തങ്ങൾ പറഞ്ഞ് ഞാൻ നേതൃത്വം നൽകാം, എൻ്റെ ഉസ്താദും എൻ്റെ ഷെയ്ഖും എൻ്റെ കാക്കയും എൻ്റെ എല്ലാമായ താജുൽ ഉലമ കിടക്കുന്ന സ്ഥലത്ത് നേതൃത്വം നൽകാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, AP ഉസ്താദ് അതിൻ്റെ പ്രസിഡന്റ് ആവും എന്നതാണ് കുമ്പോൽ ആറ്റക്കോയ തങ്ങൾ നിബന്ധന. ഇങ്ങനത്തെ ഒരാളാണ് നമ്മളെ ഈ മഹല്ലിലെ ഖാദിയായി വരുന്നത്. എല്ലാ തങ്ങന്മാർക്കും ഉസ്താദിനെ വേണം, എല്ലാ ആനിമീങ്ങൾക്കും ഉസ്താദിനെ വേണം. ഇന്നലെ വാട്സപ്പിൽ കാണുന്നു അവിടുത്തെ എട്ടിക്കുളത്തെ പ്രസിഡന്റായി തോന്നുന്നു AP ഉസ്താദിനെ നിശ്ചയിച്ച്, അതിൻ്റെ ജനറൽ സെക്രട്ടറിയായി മഹാനായ കുമ്പോൽ ആറ്റക്കോയ തങ്ങൾ നിശ്ചയിച്ചു എന്ന്. എല്ലാ സ്ഥാപനക്കാരും അത് അയാളെ സ്ഥാപനം നമ്മളെ സ്ഥാപനം AP ഉസ്താദിനെ കിട്ടാൻ വേണ്ടി നോമ്പ് നോക്കുന്നു. എല്ലാ സംഘടനക്കാരും ഇത് ഒരു സംഘടനയിലും മറ്റേ സംഘടനയിൽ തന്നെ ഉസ്താദ് പോകുന്നെങ്കിൽ നമ്മളെക്കാളും അവർ കാത്തുകൊണ്ടുള്ള എല്ലാവർക്കും ഉസ്താദ് വേണം. അതൊരു തൗഫീഖാണ്. അതിൻ്റെ കാരണം എന്തേ? നരേന്ദ്രമോദി ഒക്കത്തുണ്ടൂന്നാ, സിദ്ധരാമയ്യ ഒക്കത്തുണ്ടൂന്നാ, പെജാവർ സ്വാമി ഒക്കത്തുണ്ടൂന്നാ, അല്ലെങ്കിൽ വേറെ ഒരാൾ ഒക്കത്തുണ്ടൂന്നാ? ഒന്നുമല്ല. ഞാൻ ഈ പറഞ്ഞത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ 1980 കഴിഞ്ഞിട്ട് പാലക്കാടേക്ക് വാദപ്രതിവാദത്തിന് പോവുകയാണ്. അന്നത്തെ ആ പാലക്കാടിലുള്ള പുണ്ടൂര് എന്ന് പറയുന്നത്, ലൈവിലാണല്ലോ പറയുന്നത്, പുണ്ടൂര് എന്ന് പറയുന്ന സ്ഥലം ഒരാള് സലഫിയായ നാടല്ല, അത് ഒരു കുടുംബം സലഫിയായ നാടല്ല, 100 കണക്കിന് കുടുംബം സലഫിയായ നാടാണത്. മൊത്തമായി മുജാഹിദിൻ്റെ ഏകദേശം നാടാണ്. അവിടെയാണ് ഉസ്താദ് ഇ കെ ഹസ്സൻ മുസ്ലിയാരുടെ മരണശേഷം, ഇ കെ ഹസ്സൻ മുസ്ലിയാർ മരണപ്പെടുന്നത് 1982
അതിനുശേഷമാണ് മഹാനായ ഉസ്താദ് അവരുടെ ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ് നിശ്ചയിക്കുന്നത്. മഞ്ഞക്കുളം മഖാമിന്റെ മുന്നിലെത്തിയപ്പോ ഒന്നിച്ചുള്ള ആള് ചോദിച്ചു, എന്തേ ഉസ്താദേ നിങ്ങളെ മുഖത്ത് ബേജാറുള്ളത്? അപ്പോഴാണ് മഹാനായ ഉസ്താദ് അവർ പറഞ്ഞത്, എനിക്ക് കണ്ണിയത്ത് ഉസ്താദും മറ്റു മഹാന്മാരും പൊരുത്തം തന്നിട്ട് അയച്ചതുകൊണ്ട് ഇന്നത്തെ വാദപ്രതിവാദത്തിന്റെ വിഷയത്തിൽ ലവലേശം എനിക്ക് ടെൻഷനില്ല, ബേജാറില്ല. മറിച്ച് എനിക്കൊരു ബേജാറുണ്ട്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ട്, ഏറ്റവും മഹബത്തുള്ള ഒരാളുണ്ട്, ഏറ്റവും ബഹുമാനമുള്ള ഒരാളുണ്ട്. അത് ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം ഇന്ന് ഈ ലോകത്ത് ഉണ്ട്. ആരാണെന്ന് ഇയാൾ ചോദിക്കുമ്പോൾ മഹാനായ ഉസ്താദ് പറഞ്ഞു, എൻ്റെ രാവും പകലിലും എൻ്റെ സ്വപ്നത്തിലും എൻ്റെ യഖദത്തിലും ഞാൻ മഹബത്ത് വെക്കുന്ന ഒരാൾ ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരി സിഎം വലിയുല്ലാഹി മടവൂര് ശൈഖ് തങ്ങളാണ്. അവർ ഇന്ന് കോഴിക്കോട് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഒരാഴ്ചയായി സമസ്തയുടെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം തേടുന്നു, അവരടുത്തു പോകുന്നു, പക്ഷെ അവരെ കിട്ടുന്നില്ല. ഒന്ന് ദ്വാരപ്പിക്കണം, ഒന്ന് തലപൊടിച്ചിട്ടൊന്ന് മന്ദിരിപ്പിക്കണം എന്ന രീതിയിൽ കുറേ ദിവസമായി തിരക്കിൻ്റെ കിതാബുകൾ നോക്കുന്നതിൻ്റെ ഇടയിൽ പോകുന്നു. പക്ഷെ എവിടെയും മടവൂര് ശൈഖിനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ ബേജാറ് എനിക്കുണ്ട്. AP ഉസ്താദ് പറഞ്ഞു ഇയാളോട്, ഓ കൂട്ടുകാരാ, എനിക്കല്ല എന്ത് ഉയർച്ച തന്നെങ്കിലും ഇത്ര ചെറുപ്പത്തിൽ ഈ കെ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ എന്നെ വാദപ്രതിവാദത്തിന് അയക്കാൻ കാരണം എൻ്റെ വലിയ പവറല്ല, എൻ്റെ കഴിവല്ല, മടവൂര് ശൈഖിൻ്റെ പൊരുത്തം ഉള്ള ആളാണ് ഞാൻ. മടവൂര് ശൈഖിൻ്റെ പൊരുത്തം എന്ന് പറഞ്ഞിട്ട് പലരും പറയും, അങ്ങനെ പറഞ്ഞതുകൊണ്ട് പൊരുത്തമാകുകയില്ല, ഞാൻ പ്രസംഗിച്ചത് കൊണ്ട് പൊരുത്തമാകുകയില്ല, എന്തെങ്കിലും എഴുതിയത് കൊണ്ട് പൊരുത്തമാകുകയില്ല. മറിച്ച് മടവൂര് ശൈഖിൻ്റെ കൽബിൽ ഇടം തേടാൻ അവസരം ലഭിക്കണം, അപ്പോഴാണ് പൊരുത്തമുണ്ടാകുന്നത്. മടവൂര് ശൈഖ് തന്നെ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ പല ആലിമീങ്ങളും ഉണ്ട്, പല മഹാന്മാരുമുണ്ട്, പക്ഷെ എനിക്ക് പ്രത്യേകം ഒരു മഹബത്ത് AP യോടാണെന്ന് പലരോടും മഹാനായ മടവൂര് ശൈഖ് പറഞ്ഞിട്ടുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ പാദപ്രതിവാദം നടക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് അസറിന് മുമ്പ് പറഞ്ഞു, മടവൂര് ശൈഖിനെ കണ്ടില്ലല്ലോ, CM വലിയുള്ളാനെ കൈപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ദ്വാരപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആ ബേജാറ് എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞ്, എങ്കിലും എനിക്കവിടത്തെ ദുആ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞ് മഞ്ഞക്കുളം മഖാമിൽ കയറിയിട്ട് യാസീനോദി പൊട്ടിക്കരഞ്ഞ് സിയാറത്ത് കഴിഞ്ഞ് പുറത്തു വരുമ്പോ ഒരു അംബാസഡർ കാറിൽ ഒരാൾ വന്ന് ഇറങ്ങുകയാണ്. അയാൾക്ക് ആരെയും പരിചയമില്ല. ഇറങ്ങിയ ഉടനെ അദ്ദേഹം ചോദിക്കുകയാണ്, AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനായ ഒരാൾ ആർക്കെങ്കിലും പരിചയമുണ്ടോ? മഞ്ഞക്കുളം മഖാമിന്റെ മുന്നിൽ നിന്ന് ചോദിക്കുകയാണ്. അപ്പ കൂടെ ഉള്ള ആള് പറഞ്ഞു, അയാൾ ഉള്ളിൽ സിയാറത്ത് ചെയ്യുകയാണ്. സിയാറത്ത് ചെയ്ത് പുറത്ത് വന്നപ്പോൾ ഉസ്താദ് അവർക്കും ഇയാളെ പരിചയമില്ല. അയാളോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, കാരണം വാദപ്രതിവാദമല്ലേ, പലരും കോണ്ടാക്ട് ആകുമല്ലേ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അയാൾ ഉസ്താദിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ കോഴിക്കോട് നിന്ന് വരികയാണ്, എന്നെ അയച്ചത് ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരി CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ്. എന്നെ നിങ്ങളടുത്ത് അയച്ചതാണ്. നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും പറയാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണാത്തതിൽ ബേജാറാവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പങ്കെടുക്കണോ? മഹാനായ ഉസ്താദ് അവറുകളോട് ആ വന്ന ആള് പറഞ്ഞു, ഞാൻ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി അയച്ചു വന്നതാണ്, നിങ്ങളെ കാണാൻ വന്നതാണ്, അവിടെ നിന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണാത്ത വിഷയത്തിൽ ബേജാറാവേ, ഞാൻ ദുആ ഇറക്കുന്നുണ്ട്, വാദപ്രതിവാദത്തിന് പോകണം, ഞാൻ കൂടെ ഉണ്ടെന്ന് അറിയിക്കണമെന്ന് മഹാനായ വലിയുല്ലാഹി CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞത് പറയുമ്പോൾ ഉസ്താദ് പൊട്ടിക്കരയുകയാണ്.
അന്ന് നിങ്ങൾ വേണമെങ്കിൽ പഴയ ആൾക്കാരോട് കേരളത്തിൽ അന്വേഷിച്ചോളൂ. അന്നത്തെ വാദപ്രതിവാദം നടത്തിയപ്പോൾ സമസ്തയിലുള്ള ആലിമീങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഒറ്റ ഒരു വാദപ്രതിവാദം കൊണ്ട് 170 കുടുംബങ്ങൾ ബിദ്അത്തിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി. ഒറ്റൊരു അന്നത്തെ വാദം കൊണ്ട് 170ഓളം കുടുംബങ്ങൾ വന്നു. ആ മഹാനായ ഉസ്താദ് അവറുകൾ എല്ലാത്തിൻ്റെയും ഉയർച്ച എന്താണ് ഞാൻ പറഞ്ഞത്? ഇത് പറയാനാണ് പറഞ്ഞത്. ഓ പഞ്ചിക്കല്ലിലുള്ള മോമിനീങ്ങളെ, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് മഹബത്താണ്, ആലിമീങ്ങളോടുള്ള മഹബത്താണ് നമുക്ക് വേണ്ടത്. നമ്മളെ ആലിമീങ്ങളല്ലല്ലോ, തങ്ങന്മാരോടുള്ള മഹബത്താണ്, സ്നേഹമാണ് വേണ്ടത്. നമ്മൾ തങ്ങന്മാരല്ലല്ലോ. മഹാനായ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങളും അതൊക്കെ നമുക്കിവിടെ നേതൃത്വം നൽകാൻ വന്നു. അവിടുന്ന് അഹ്ലുബൈത്താണ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. അവരെ നമ്മൾ അങ്ങനെ മഹബത്ത് വെക്കുകയാണ്. ഇന്നിവിടെ ഈ മോമിനീങ്ങളൊക്കെ ഒരു 5 മിനിറ്റ് മാത്രം ഈ മോമിനീങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയത് എന്തിനു വേണ്ടിയാണ്? ഈ പഞ്ചിക്കലിലുള്ള ആണും പെണ്ണും ചെറുതും വലുതും എല്ലാവരും ഒരുമിച്ച് കൂടിയത് എന്തിനാണ്? മഹാനായ നമ്മുടെ ഖാദിയായിരുന്ന, നമുക്ക് അഭയമായ, നമുക്ക് അത്താണിയായ പഞ്ചിക്കല്ല് നാട്ടുകാർക്ക് പ്രത്യേകമായി ഒരു സ്നേഹമുള്ള, ഒരു നാട്ടുകാരനെ പോലെ കണ്ട, ഒരു കുടുംബക്കാരനെ പോലെ കണ്ട, സ്വന്തം മഹല്ലിൻ്റെ ഖത്തീബ് ഉസ്താദന്മാരെ കാണുന്നത് പോലെ കണ്ട മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഈ മഹബത്ത് നമുക്ക് സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഖുറത്ത് തങ്ങളെ അനുസ്മരണം എന്ന രീതിയിൽ ഒറ്റൊരു വാക്ക് നിങ്ങളെ മുന്നിൽ വെക്കുന്നു. ഒരുപാട് പറയാനുണ്ട്. തങ്ങളവറുകളുടെ വലിയ വിശേഷവും തന്നെ അവിടുന്ന് ഒരു ജാടകളില്ലായിരുന്നു. അവിടുന്ന് ഒരു പ്രത്യേകമായ സ്ഥാനങ്ങൾ മോഹിക്കുന്ന ആളല്ലായിരുന്നു. എത്ര വലിയ മഹല്ലിൻ്റെ ഖാദിയാണ്. എത്ര വലിയ പച്ച ഷാളുകൾ ഇടാമായിരുന്നു. എത്ര വലിയ പച്ച ഷാളുകൾ അവിടത്തേക്ക് ഇടാമായിരുന്നു. എത്ര വലിയ തലയ്ക്കെട്ട് കെട്ടാമായിരുന്നു. എത്ര വലിയ കമീസ് ധരിക്കാമായിരുന്നു. സിമ്പിളായി കാണുമ്പോൾ പെട്ടെന്ന് ആലിമീങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു വെറൈറ്റിയായി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയൂല. അവിടെ നിന്ന് വന്ന് ഇരുന്നാൽ ചിലപ്പോൾ ചില ആൾക്കാർ നല്ല സ്വാഗതം പറഞ്ഞിട്ട് ഇങ്ങനെ ബഹുമാനിപ്പിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലേ. അങ്ങനെ സ്വാഗതം പറയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമ്പോൾ മഹാനവറുകൾ വന്നിട്ട് ഇരിക്കും. ഇരുന്ന ഉടനെ സ്വാഗതം പറയുന്ന ആൾ എഴുതിയനെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ശരിയാക്കുന്നതിൻ്റെ ഇടയിൽ മഹാനവറുകൾ ഫഅലം മന്നഹു എല്ലാം പോയി അറിയണം. ഇനി സ്വാഗതം വേണ്ട, ഫഅലം മന്നഹു അറിയണം. ഇനി ഷാള് വേണ്ട, ഫഅലം മന്നഹു തീർച്ചയായും അറിയണം. ഇനി നിങ്ങളെ ഒരു സോപ്പ് ഞമ്മക്ക് വേണ്ട, ഞമ്മളെ സോപ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം മന്നഹു ഞമ്മളെ സോപ്പ്, ഞമ്മളെ സ്വാഗതം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞമ്മളെ സ്വീകരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് മഹാനായ തങ്ങളവറുകൾ അൽഹംദുലില്ലാഹ് അവിടെ നിന്ന് ഒറ്റൊരു വാക്ക്, മരിക്കുന്ന അന്ന് പലപ്പോഴും ഇമാം ശാഫിഈ തങ്ങളെ ചരിത്രത്തിനെ കുറിച്ച് പറയും. ഇന്നും അവിടുത്തെ പ്രസംഗമുണ്ട്. ചിലപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിലോ 1-2 മിനിറ്റ് മാത്രം. ബക്കറ്റ് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അതെന്തിനാണെന്ന് എല്ലാവർക്കും അറിയും. പിന്നെ മിന്നത്തെ പോലെ കിണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തണ്ണി കോരാൻ ഏതായാലും അല്ല. ഇപ്പം എല്ലാം ഇങ്ങനെ നള്ളിയിലെ തണ്ണി വരുന്നു. അതുകൊണ്ട് ആ ഡൗട്ട് ആർക്കുമില്ല. സൗണ്ട് ഇല്ലാത്ത രൂപത്തിലുള്ള നല്ല സംഭാവനയിലിട്ടും കൈ സൗണ്ട് ഇട്ടിട്ട് അവിടെ ആ സദസ്സ് ബെടുക്കാക്കണ്ട. അത് നല്ല നല്ല നോട്ടിട്ടെങ്കിൽ സൗണ്ട് വരല്ല, കോയിൻ ഇട്ടെങ്കിൽ മാത്രം സൗണ്ട് വരുന്നു. നല്ല കൂറത്തെ തങ്ങളെ വിഷയത്തിലേക്ക് അല്ലോ എല്ലാം ഭാരിയിട്ട് കോരിയിട്ട് കൊടുക്കും. ഞാനിപ്പോൾ നേരത്തെ തങ്ങമില്ല, ഞാൻ പറഞ്ഞല്ലേ മരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് അലവി തങ്ങ് ചെല്ലി. അങ്ങനെ ഇങ്ങനെയല്ല, കൂറത്തങ്ങൾ ഇങ്ങനെയല്ല നടത്തണ്ടേ. ആയിരക്കണക്കിന് ആളെ വിളിച്ചിട്ട് നടത്തണം. എല്ലാ അരിയും ഞാൻ തരുന്നതന്നെയാണ്. മറ്റൊന്നത്തെ അരിയല്ല തങ്ങളെ വകെ. മരിക്കുന്നതിൻ്റെ ഒരു പിന്നെ കൂറത്തെ തങ്ങുന്നില്ലേ നിങ്ങൾ ആരെന്ന് മനസ്സിലാക്കി, എന്തെന്ന് മനസ്സിലാക്കി. ഇതുപോലെ നല്ല വലിയ സദസ്സെന്ന് മാത്രം അലവി തങ്ങൾക്ക് അത് മതിയായിട്ടില്ല. ആയിരക്കണക്കിന് നാട്ടിൻ്റെ ആണിനെയും പെണ്ണിനെയും എല്ലാം വിളിച്ചിട്ടാക്കണം. അരി എല്ലാം ഞാൻ തരുന്നതെന്നില്ല. മക്ക ഇപ്പം പറയുന്ന ബാപ്പൻ്റെ ഒരു ആശ അരിയല്ല 1000 ആൾക്കുള്ള അരി ഞങ്ങൾ തരാമെന്ന്. മറ്റൊന്ന് 11 താരീഖിന് വലിയ രൂപത്തിലുള്ള അനുസ്മരണം. ഇങ്ങനെ തങ്ങളെ വിഷയത്തിലല്ലേ ഇന്നത്തെ സ്വതക്ക. തങ്ങളെ വിഷയത്തിൽ ഇന്ന് ചില ഇവിടെ എന്താ ഭക്ഷണം ഉണ്ടാക്കിന ചോറുണ്ടാക്കിന അരി തന്നവരുണ്ടാവും. അവർക്ക് കൂറത്തെ തങ്ങളെ കാവലുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇറച്ചി തന്നവരുണ്ടാവും. കൂറത്തെ തങ്ങൾ അവരെ പൊരുത്തം മതി. ഇങ്ങനത്തെ ഒരാൾ വേറെ ആരുണ്ട്?
ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് 7 മാസം കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോൾ ഡോക്ടർമാർ നോക്കിയിട്ട് നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട് തരി അവർ ചെല്ലി സ്കാനിങ് എടുത്തിട്ടില്ല. എന്താ സ്കാനിങ് എടുക്കാതെ? അത് കൂറത്താതെ അങ്ങനെ അടുത്ത് പോയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, നൊമ്പലം വന്നങ്ങ് പോയിന്ന് പേരിന്. എങ്കിലിന് നൊമ്പലം വരാനില്ല. കിടാവും പീസാവും, ഉമ്മയും പീസാവും. ഓപ്പറേഷൻ ചെയ്തിട്ടും ഗുണമില്ല. ഒരാകെ ബേജാറായി. അവർ അപ്പോൾ കൂറത്തത് നിങ്ങളെ അയാൾ അങ്ങനെ ചെല്ലിട്ട് ഞങ്ങൾ നമ്പിയിട്ട് ഇപ്പം നട്ട തിരിഞ്ഞ കിടാവ് പോയാ, ഉമ്മ പോയാ, എങ്കിലും അതിലുള്ള ഈമാനുള്ള ഉമ്മാമ്മമാർ രണ്ടാമത് കൂറത്തേക്ക് പോയി. കൂറത്തങ്ങ് ചെല്ലിയേ നിങ്ങൾ എന്തും പോണ്ട, ഒരു ഓപ്പറേഷനും പോണ്ട. അല്ല എൻ്റെ കിടാവ് എൻ്റെ മോള് മരിക്കൂന്ന് ചെല്ലുന്ന, ജീമ ഉണ്ടാവേലാന്ന് ചെല്ലുന്ന, ഈ വയറ്റിലുള്ള കിടാവ് ഞാൻ പുള്ളിനെ കാണാതെ ആശ വെച്ചിട്ട് കാലത്തിലായി ഞാൻ മരിക്കണം, എന്താവേല? നിങ്ങൾക്ക് ബദരീങ്ങളാ വലുത്, ഡോക്ടറാ വലുത്? അള്ളയാ വലുത്, ഡോക്ടറാ വലുത്? ഒറ്റ ചോദ്യം. യാസീനാ വലുത്, ഡോക്ടറാ വലുത്? ഒന്നും മുണ്ടിയില്ല. നൊമ്പലം വന്നങ്ങ് പോയാൽ അങ്ങനെ പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോൾ അതിനേക്കാൾ അപ്പുറം ചെല്ലി സ്കാനിങ് കൊണ്ടില്ല. ആ ജണ്ടും തീർന്നില്ല. നിങ്ങൾക്ക് എന്താ തലച്ചോറില്ലേ, ബൊണ്ടില്ലേ, അതില്ല ഇതില്ല, ഒരാകെ എങ്കിൽ തങ്ങളുടെ വിശ്വാസം. തങ്ങളുടെ അടുത്ത് പോയിട്ടാകുമ്പോൾ തങ്ങ ഒരു മരുന്ന് കൊടുത്ത്. എന്ത് മരുന്ന്? 41 യാസീന്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാകുമ്പോൾ ചെല്ലി നിങ്ങളുടെ അവസ്ഥ എന്തിൻ്റെ, നിങ്ങൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ലേ? അല്ല, നിങ്ങൾ ഡെലിവറി റൂമിലേക്ക് കൊണ്ടുപോയി. ഡെലിവറി റൂമിൽ കൊണ്ടുപോയിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടർ തലതാത്തിയിട്ട് വന്നിട്ട് ചെന്ന് എന്തെന്ന് കൊന്നില്ല. സുഖപ്രസവം നോർമലായിന്. കിടാവ് ഉസാറുണ്ട്, ഉമ്മ ഉസാറുണ്ട്. ഒരു ജണ്ട് തിങ്ങ മുറിച്ചിനെങ്കിലാ ഉമ്മയും പോട്ടെങ്കിൽ കിടാവും. എത്ര അങ്ങനത്തെ കിടാക്കളെ ജീമത്തിലേക്ക് കൊണ്ടുവന്നിന്, എത്ര ബാല്യക്കാരത്തിലേക്ക് ജീമം കൊടുത്തിന്. ഇതെല്ലാം തങ്ങൾ ഇങ്ങനത്തെ ആൾ പോയെങ്കിൽ പിന്നെ ഇതിന് ബദൽ ആരുണ്ട്? നമ്മ ബേജാറിന് ചിന്തിക്കേണ്ട വിഷയമല്ലേ. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഹോസ്പിറ്റലിൽ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു ഉറച്ച തീരുമാനം. ഞാൻ എന്നൊരിക്കൽ അത്ഭുതപ്പെട്ടു. ഒരാൾ നമ്മളുമായിട്ട് നന്ന ബന്ധമുള്ള ഒരാൾ, അയാളെ വെന്റിലേറ്ററിലിട്ട് തങ്ങൾക്ക് വിളിച്ച് കിട്ടുന്നേ ഇല്ല. ആകെ ബേജാറായി. അങ്ങനെ 2 കഴിഞ്ഞ പിന്നെ എന്തായിട്ട് തങ്ങളെ കിട്ടിയിട്ട് ഞാൻ ചെല്ലി തങ്ങളെ ഇങ്ങനെ വെന്റിലേറ്ററിൽ നിങ്ങൾ വിളിച്ച് കിട്ടുന്നില്ല. ഇപ്പൊ ഡോക്ടർ എന്ത് ചെല്ലി ഇന്ന് കുറച്ച് ഉഷാറുണ്ട്, ഇന്ന് കുറച്ച് ശ്വാസമല്ല റാഹത്തുണ്ട്. തങ്ങ ചെല്ലി ബേയിനെ ഡിസ്ചാർജ് ആക്കി. ജണ്ടെന്നായി മരിച്ചിട്ട് ജണ്ടെന്നായി മയ്യത്തായിട്ട് ജണ്ടെന്നായി മെല്ലെ പുറത്തേക്ക് ഇറക്കി നെല്ലി. അപ്പൊ ഞാൻ ഡോക്ടറോട് പോയി, ഇന്ന് ഉഷാറുണ്ട്. ഉഷാർ എന്നിന്റെ ഈ ലാക്ക് കിട്ടുമ്പോൾ ഉഷാർ എന്നല്ലേ, പൈസ കിട്ടുമ്പോൾ പിന്നെ ഉഷാറില്ലാതെ പിന്നെ ബേജാറ് വരുന്നു. ജണ്ടെന്നായി മൗത്തായിട്ട് പോയി. ഇങ്ങനത്തെ ഒരു കരുത്തുള്ള, ഇങ്ങനത്തെ ഒരു കണ്ണുകൊണ്ട് നോക്കിയിട്ട് പറയാൻ, ഇങ്ങനത്തെ ഒരു ബസീറത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് പറയാൻ മഹാനായ തങ്ങളവറുകൾ നമ്മളിൽ നിന്ന് ഇത്ര പോയപ്പോൾ വലിയ ബേജാറായി. അള്ളാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. ഒറ്റൊരു വാക്ക് ഞാൻ പറയുന്നു, കുറത്തങ്ങൾ അനുസ്മരണം. മഹാൻ തങ്ങളവറുകൾ ഇന്ന് പറയും, മതക്ക തങ്ങൾക്കും അങ്ങനെ തങ്ങളോട് വലിയ പിരിസം. മഹാനായ കുറത്ത തങ്ങളുടെ വിഷയം അങ്ങനെ. എല്ലാ തങ്ങന്മാരിലും പിരിസം തന്നെ, എല്ലാ തങ്ങന്മാരിലും പിരിസം. എല്ലാ തങ്ങന്മാരും ഒരു വലിയ ആ രൂപത്തിലുണ്ടാവും. കുറ്റിയടിക്കുന്ന സ്ഥലത്ത് വേണം, നിങ്ങൾ ഉണ്ടായിരുന്നോ അറിയില്ല, കുറ്റിയടിക്കുന്ന സ്ഥലത്ത് നോക്കണം, എല്ലാവരുടെ കയ്യിൽ കുറ്റി കൊടുക്കുമല്ലേ. ഒരു കുറ്റിയടിക്കാൻ തങ്ങ വന്നെങ്കിൽ അവിടെയുള്ള ഖത്തീബിനോ അവിടുത്തെ മുക്കറിക്കോ അവിടെ മൊയിലാർ പിടിച്ചോ അല്ല തങ്ങ മതിയുമാ ഇങ്ങനെല്ലാം പിടി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പിരിസം തങ്ങളുടെ വിഷയം അങ്ങനെ കണ്ടം കറി. ഒറ്റൊരു വാക്ക് മഹാന്മാരായ സാദാത്തുക്കൾ പറഞ്ഞ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പ് ഇപ്പോൾ ഓടുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? കുറേ ചരിത്രങ്ങളാണ്. ഞാൻ അതെല്ലാം പറയാന്ന് വിചാരിച്ച, പക്ഷെ വൈകിപ്പോയി. 1979 അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാണ്. 1979 മഹാനായ ഖുതുബുൽ മുഹമ്മദ് അബീബക്കറിൽ മടവൂരി CM വലിയുള്ളാഹി വന്നു. വന്ന് കൂറത്തേക്ക് വന്ന് എപ്പോ 1979 എന്ത് ചെയ്ത് മഹാനായ CM വലിയുള്ളാഹി ഖുതുബുൽ മുഹമ്മദ് അബീബക്കറിൽ മടവൂരി കൂറത്ത് വന്നിട്ട് മഹാനായ മടവൂരി ശൈഖ് അന്ന് പോയില്ല, പിറ്റന്നാളും പോയില്ല, മൂന്നാമത്തെ നാളും പോയില്ല. 3 ദിവസം രാവും പകലും കൂറത്തെന്ന് പറയുന്ന ജനങ്ങൾ എത്തപ്പെടാത്ത സ്ഥലമാണ് അവിടെ. ഇപ്പം തന്നെ അവിടെ എത്താൻ അത്ര പണിയുണ്ടെങ്കിൽ അന്ന് 40 കൊല്ലം മുമ്പ് എങ്ങനെയായിരിക്കും? നെരികൾ മാത്രമാണ് അവിടെ, കുറുക്കം മാത്രമാണ് അവിടെ, ജീവികൾ മാത്രമാണ്. പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലമാണ് മഹാന്മാർ തിരഞ്ഞെടുക്കുന്നത്. മഹാനായ ഖുതുബുൽ മുഹമ്മദ് അബീബക്കറിൽ മടവൂരി കറാമത്തിന്റെ സാഹിബായ മഹാനവറുകൾ 1979 അന്ന് അവിടെ ഒരു യൂസുഫ് ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു സാധാരണക്കാരനായ ഒരാള്
ആ സാധാരണക്കാരായ അയാൾ വലിയ ആലിമീങ്ങളെ പിരിസം വെക്കുന്ന ആളാണ്. അയാളെ ചെറിയ വീട്ടിലാണ് വന്ന് ഇരുന്നത്. CM വലിയുള്ള രാവും പകലും ഒറ്റ ഇരുത്തമാണ്, ഒറ്റ ഇരുത്തമാണ്. അള്ളാഹുവിലേക്ക് നോക്കിയിട്ടുള്ള ഇബാദത്താണ്. 3 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്നൊരു ഇറക്കം ഇറങ്ങുമ്പോൾ കൂടെ കുറച്ചാൾക്കാരുണ്ട്. അങ്ങോട്ട് കൂറത്ത് ആ മണ്ണ് മുഴുവനും ഇങ്ങനെ നോക്കിയതിൻ്റെ ശേഷം പറഞ്ഞ്, നിങ്ങൾ വെച്ചോ, പറഞ്ഞത് സൂക്ഷിച്ചു വെച്ചോ, ഇവിടെ ഒരു മഹാന് വരാനുണ്ട്. എപ്പോൾ പറഞ്ഞത്? 40 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. ഇവിടെ ഒരാൾ വരാനുണ്ട്, ഒരു മഹാന് വരാനുണ്ട്. ആ മഹാൻ ഈ നാടിൻ്റെ പേരുമായി അറിയപ്പെടും. ഈ നാടിൻ്റെ പേരുമായി ആ മഹാൻ അറിയപ്പെടും. ആ മഹാനവറുകളുടെ മസാർ ഇവിടെ ഉണ്ടാകും. ആ മഹാനവറുടെ മഖബറ ഇവിടെ ഉണ്ടാകും. എന്നിട്ട് മഹാനായ ഖുത്ബുൽ ആലം മുഹമ്മദ് അബീബക്കർ മടവൂരി തങ്ങൾ പറഞ്ഞ്, പിന്നെ ഈ നാട്ടിൻ്റെ മണ്ണിനും വെള്ളത്തിനും ശിഫ ഉണ്ടാകും. ഈ നാട്ടിൻ്റെ മണ്ണിനും വെള്ളത്തിനും ശിഫ ഉണ്ടാകും. ഞാൻ കൂറത്ത് തങ്ങളെ സിയാറത്തിന് വേണ്ടി 2 ദിവസം എൻ്റെ കുടുംബസമേതം ഞാൻ പോയിരുന്നു. പോയി നോക്കുമ്പോൾ വെള്ളത്തിന് എവിടത്തേക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആണും പെണ്ണും ആ ഖബറിൻ്റെ അടുക്കലേക്ക് വെള്ളത്തിൻ്റെ ബോട്ടലുമായി വന്ന് വെള്ളം വെച്ചിട്ട് അവിടെ നിന്ന് മടങ്ങുകയാണ്. 40 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. ഇവിടെ ഈ നാട്ടിനറിയപ്പെടുന്ന, നാടിൻ്റെ പേരറിയപ്പെടുന്ന ഒരു മഹാന് വരാനുണ്ട്. അവരെ മസാർ ഇവിടെ വരാനുണ്ട്. ഇവിടുത്തെ മണ്ണിനും വെള്ളത്തിനും ശിഫ ഉണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ മുറ്റത്ത് തന്നെ മഹാനുണ്ടല്ലോ. പഞ്ചിക്കലിന് നേതൃത്വം നൽകിയ ഈ മഹല്ലിൻ്റെ പള്ളിക്കും ഇവിടുത്തെ ദീനീ സംരംഭത്തിനും ആവേശത്തോടെ വന്ന മഹാനായ ഖുർറത്തു സാദാത്ത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. പ്രിയപ്പെട്ട മോമിനീങ്ങളെ ഉമ്മമാരെ, 40 ദിവസം വരെ നമ്മൾ യാസീനോദണം. തങ്ങൾക്ക് വലിയ സന്തോഷമുള്ളതാണ്. ഓതാത്ത ഉമ്മമാരെ കൊണ്ട് ഖുർആൻ ഓദിപ്പിച്ച തങ്ങളാണ്. യാസീനോദാത്ത ബാല്യക്കാരെ കൊണ്ട് യാസീനോദിച്ച തങ്ങളാണ്. എല്ലാവരെ കൊണ്ടും യാസീനോദിച്ച തങ്ങളാണ്. ലക്ഷക്കണക്കിന് മോമിനീങ്ങളെ കൊണ്ട് കോടിക്കണക്കിന് യാസീനോദിപ്പിക്കാൻ തൗഫീഖ് ലഭിച്ച ഖുർറത്തു സാദാത്ത് തങ്ങളെ കറാമത്ത് വേറെ പറയേണ്ടതില്ല. അവിടുത്തെ പൊരുത്തവും കാവലും നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് കുറച്ച് നീണ്ടുപോയി. പക്ഷെ തങ്ങളെക്കുറിച്ചൊന്നും പറയാനും കൂടുതൽ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് ഇപ്പം തങ്ങളെ വിഷയങ്ങളൊക്കെ നമ്മൾ യൂട്യൂബുകളിലും മറ്റുമൊക്കെ പല ആലിമീങ്ങളും പല മഹാന്മാരൊക്കെ എല്ലാവർക്കും പറയാനുണ്ട്. ഞാൻ ഉള്ളാളത്തെ പരിപാടി നോക്കുമ്പോൾ മതക്ക തങ്ങൾ ഇരുന്നിട്ടുണ്ട്. ചുള്ളിക്കോട് ഉസ്താദ് പറഞ്ഞ ഒരു വിഷയം കേട്ടെങ്കിൽ ഞമ്മൻ തന്നെ നെട്ടിപ്പോവും. ഞാൻ ഇപ്പം പറയുന്നില്ല. ഉള്ളാളത്തെ യൂട്യൂബ് നോക്കിയാൽ ലൈവ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ചുള്ളിക്കോട് ഉസ്താദിൻ്റെ അനുഭവം കണ്ടെങ്കിൽ ഇത് എന്തോ ഒരു കറാമത്ത്. അത് മദനി തങ്ങളെ മുന്നിൽ, ആലിമീങ്ങളെ മുന്നിലാണ് ചുള്ളിക്കോട് ഉസ്താദ് പറയുന്നത്. അങ്ങനെ ഓരോരോ ആലിമീങ്ങളും ഓരോരോ മഹാന്മാരും പറയുന്നത് കേട്ടെങ്കിൽ വലിയ അജബും വലിയ അത്ഭുതമാണ്. അള്ളാഹു അവിടുത്തെ ദർജ നീ ഉയർത്തണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അവരെ പേരിൽ യാസീൻ എല്ലാവരും 40 വരെ ഓതിയിട്ട് 40ൻ്റെ ദുആയിൽ AP ഉസ്താദ് വരുന്ന മജ്ലിസിൽ ഈ നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും പോകണം. ഖതീബ് ഉസ്താദും പോകണം, എല്ലാവരും പോകണം. ഈ നാട്ടിലുള്ള എല്ലാവരും 40ൻ്റെ മജ്ലിസിലേക്ക് പോകണം. അതിൻ്റെ കൂടെ നമ്മൾ അശ്അരിയ സ്ഥാപനത്തിന് തങ്ങൾ വലിയ പിരിസം വെച്ച്, എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി എന്ന രീതിയിൽ വേറൊരു സ്ഥാപനത്തിന് അങ്ങനെയൊന്നും തങ്ങ പോവല. PA ഉസ്താദുള്ള കാലത്ത് ഞങ്ങൾ PA ഉസ്താദ് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു അശ്അരിയക്ക് വേണ്ടി ഒന്ന് ദുബൈയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഒരു 10 ദിവസം അശ്അരിയക്ക് വേണ്ടി ദുബൈയിലേക്ക് വന്ന ആളാണ് മഹാനായ ഖുർറത്തു ഉസ്താദ്. രാത്രിയും പകലും നമ്മളെ കൂടെ വണ്ടിയിൽ ഓടിയ ആളാണ്. അപ്പം വണ്ടിയിൽ ഇരുന്നാൽ ഇങ്ങനെ മുണ്ടിക്കൊണ്ടാവും, ചിരിച്ചോണ്ടാവും. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ പഞ്ചായത്തികയില്ല. മുസാഫ് എടുക്കുന്ന ഓന്നൻ ആ വലിയൊരു ബെറലുണ്ട്. ആ ബെറലിൽ ഇങ്ങനെ മറിക്കുന്നു. എത്ര പേ ഓന്ന് എന്ന് ചെല്ലത് അത് നമ്മളെ കൊണ്ട് കഴിയല. ഓന്ന് എന്നിട്ട് വണ്ടിയിലെത്തിയിട്ട് ഞാൻ ചെല്ലിയത് ഇന്നൊരു ഒരു ഷോപ്പിലേക്ക് പോകണം. അവിടെ എന്തെങ്കിലും കിട്ടുന്നു ഒരു പണ്ടത്തെ പോലെ ഒരു നൂല് വെക്കുന്ന മടക്കുന്ന. എന്നിട്ട് രണ്ടാമത് അവിടെ പോയിട്ട് വണ്ടിയിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു വിഷയാക്കുമ്പോക്ക് ബേജാറാക്കല്ല. മുസാഫ് എടുക്കുന്ന ഓതി ബച്ചുന്നില്ലാന്ന്. മൂപ്പര പ്രകൃതി അങ്ങനെയല്ല. ഇവ ദ്വാരന്നിട്ട് ഈമാൻ സലാമത്താക്കണോ.
അപ്പോൾ കേൾക്കുന്ന ആൾമാർ വിചാരിക്കുന്നത് എന്ന് റബ്ബ് ഇത് പഠിച്ചോൻ എന്താ പൊട്ടനാ, അവന് കാത് കേൾക്കുന്നത് എന്തിനീ ഈമാൻ സലാമത്താക്കാൻ ഇങ്ങനെ നൂറുകുറി കേൾക്കുന്നതെന്ന്. വിഷയം നിന്റെ തിങ്കളാസം മരിക്കണോ ഈമാൻ സലാമത്തായിട്ട് മരിക്കണോ, അതിനിങ്ങനെ കേട്ട് 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 മരിക്കണോ? അതിന് 1 മണിക്കൂർ ദ്വാരം തന്നെ, 1 മണിക്കൂർ ദ്വാരം തന്നെ. ഞമ്മ അപ്പം എല്ലാവരും ദ്വാരുന്നു, ഈ ദ്വാരം ഒന്നിപ്പിക്കാൻ വേണ്ടി ദ്വാരുന്നില്ല, വേറെ ഒന്നും ദ്വാരുന്നിട്ടില്ല. ഈ ദ്വാരം തന്നെ 1 മണിക്കൂർ. ഈ ദ്വാരക്കുമ്പോൾ ഈമാൻ സലാമത്താക്കണം, ഈമാൻ സലാമത്ത് ഞമ്മ വിചാരിച്ച് പഠിച്ചു എന്തിനിങ്ങനെ കേൾക്കുന്നത്. ഇത് കേട്ടെന്തിന് തിങ്കളാസിൻ്റെ നെട്ടിക്കൊടുത്ത പോലെയിൽ കുടുംബത്തിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലിൽ പോവാതെ, സിസ്റ്റർമാർ കൈപിടിക്കാതെ, വേറെ ഒന്നും ആവാതെ, വെന്റിലേറ്ററിൽ ബാക്കിയാവാതെ, പോരൻ്റെ ഉള്ളിൽ കുടുംബത്തിൻ്റെ ഇടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കാനാണ് ഈ ദ്വാരെല്ലാം നടത്തിയത്. അള്ളാഹു എടുത്ത ദർജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അപ്പോൾ അശ്ശരിയയിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന വെള്ളിയാഴ്ച മഗ്‌രിബിന് ഈ പഞ്ചിക്കല്ലുകളെല്ലാവരും ഞമ്മ പിരിസം വെച്ചിട്ട് വന്ന് നിങ്ങൾ എല്ലാവരും കുറത്ത് തങ്ങളെ മോനും വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മഹാന്മാരായ തങ്ങളും അതൊക്കെ തങ്ങളും ബാക്കി എല്ലാ സാദാത്തുക്കളും ഇൻഷാ അല്ലാഹ് അന്ന് ഉണ്ടാകും. എല്ലാവരും വിളിക്കണമെന്നുണ്ട്, ഓലമുണ്ട് ഉസ്താദൊക്കെ. അന്ന് മഗ്‌രിബിന് നിങ്ങളെല്ലാം പിരിസം വെച്ചിട്ട് സുരുവേൽ ഉസ്താദിനെ പിരിസം വെച്ചിട്ട് കുറത്തങ്ങളെ പിരിസം വെച്ചിട്ട് അശ്ശരിയിൽ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ ബുർദ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അത് ഇശ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ബുർദ കഴിയലാണ് അവിടുത്തെ സ്വഭാവം. അത് കഴിഞ്ഞ് തങ്ങളെ മകൻ്റെ ചെറിയ നസീഹത്തും ദുആവും ബാക്കി മറ്റ് സാദാത്തുക്കളുടെ ദുആയെല്ലാം ഉണ്ടാവും. അന്നത്തെ മജ്‌ലിസിലേക്ക് എല്ലാവരും വരണം. കഴിയുന്നെങ്കിൽ അവിടത്തേക്ക് വരുമ്പോൾ സുരുവൽ ഉസ്താദിനും തങ്ങളെല്ലാം പിരിസം വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ പിന്നെ സീരണിയോ മറ്റോ ഉണ്ടെങ്കിൽ കൊണ്ടുവരണമെന്ന് പ്രത്യേകമായി അറിയിച്ച് എല്ലാവരും ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി അറിയിച്ച് നമ്മൾ ഇന്ന് കാത്തു നിൽക്കുന്നത് മഹാനായ മദക്ക തങ്ങളുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ഭാഗത്ത് നമുക്ക് വലിയ സന്തോഷം, നമുക്ക് വലിയ നേതൃത്വം കൂടിയാണ്. അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അവിടുത്തെ ബാപ്പ സയ്യിദ് ഹമീദ് തങ്ങൾ അള്ളാഹു അവിടുത്തെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ തങ്ങളെ ദുആ തങ്ങളെ നസീഹത്തിൽ ഉണ്ടാകണം എന്ന് പ്രത്യേകമായി അറിയിച്ച് ഇൻഷാ അല്ലാഹ് 1-2 സ്ഥലങ്ങളിൽ പോകാനുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദ്വാരക്കണം. മറ്റന്നാൾ എല്ലാവരും വരണം എന്നറിയിച്ചുകൊണ്ട് കുറത്ത് തങ്ങളെക്കുറിച്ചിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ ലേറ്റായി എങ്കിലും 2 വാക്ക് തങ്ങൾ ഇൻഷാ അല്ലാഹ് പറയും. നമുക്കൊക്കെ അലവി തങ്ങളെ മരണമെല്ലാം കാണുമ്പോൾ മനസ്സിൽ വലിയ ആശയുണ്ട്, അതേ സമയത്ത് പെട്ടെന്നുള്ള മരണങ്ങൾ കാണുമ്പോൾ വലിയ ബേജാറുണ്ട്. അള്ളാഹു നമ്മളെല്ലാം പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തോൾട്ട് എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് സംസാരം നിർത്തുന്നു. അസ്സലാമു മനോഹരമായ ചിത്രം ലോകത്തിന് കാണിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്തിന്റെ കഥകൾ. ചുട്ടുപഴുത്ത മണലിൽ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കി ചുട്ടുപഴുത്ത മണലിൽ കിടത്തി വെന്തുരുകുന്ന കുന്തം ശരീരത്തിലേക്ക് ഇറക്കി കയറ്റുമ്പോ കുത്തിക്കയറ്റുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീൻ നീ വിട്ടു എന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാമെന്ന് സുമയ്യ ബീവിയോട് ശത്രുക്കൾ പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ ഈ ലോകം കേൾക്കും രൂപത്തിൽ വിളിച്ചു പറഞ്ഞ് ലോകത്തിന് വലിയ മാതൃക കാണിച്ച സുമയ്യ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള സ്വഹാബത്തിന്റെ ത്യാഗസ്മരണകളാണ് ഇനിയുള്ള വരികളിലൂടെ നമ്മൾ കേൾക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.